ഏതൊക്കെയാണ്? HCG, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോണും സെക്രറ്റിയും. HCG എന്തിനു വേണ്ടിയാ? കോർപ്പസ് ലൂട്ടിയം ബയോബ്ലാക്കാൻ വേണ്ടി. ബ്ലാസ്റ്റോസൈറ്റ് എപ്പോഴും HCG സെക്രറ്റിയും കാരണം ഈ പറഞ്ഞ എന്താണ്, കോർപ്പസ് ലൂട്ടിയം വയബിളാക്കാൻ വേണ്ടിയും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും എൻഡോമെട്രിയത്തിനെ ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയില്ലേ. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും സെക്രറ്റിയും കാരണം എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയല്ലേ. രണ്ട് കാര്യങ്ങൾ എപ്പോഴും ബ്ലാസ്റ്റോസിറ്റ് എപ്പോഴും 3 ഹോർമോൺ സെക്രറ്റ് കാരണം ചോദിച്ചാൽ കോർപ്പസ് ലൂട്ടിനെ വയബിൾ ആക്കാൻ വേണ്ടി HCG സെക്രറ്റിയും അതുപോലെ തന്നെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി സെക്രറ്റ് ചെയ്യും. ക്ലിയർ? 2 ചോദ്യം അതൊക്കെ. എൻഡോമെട്രിയത്തിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ അതൊക്കെയാ. എൻഡോമെട്രിയത്തിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ അതൊക്കെയാ. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ആൻഡ് കോർപ്പസ് ലൂട്ടിയം വയബിൾ ആക്കുന്ന ഹോർമോൺ. കോർപ്പസ് ലൂട്ടിയം വയബിൾ ആക്കുന്ന HCG. 4ാമത്തെ ചോദ്യം, HCG ആരാ? ബ്ലാസ്റ്റോസൈറ്റ് അല്ലേ. ക്ലിയർ? 4ാമത്തെ ചോദ്യം നോക്കാം. നെക്സ്റ്റ് ഇസ് ഇംപ്ലാന്റേഷൻ എത്തിയല്ലേ. എല്ലാം കഴിഞ്ഞു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബാക്കി എല്ലാം കഴിഞ്ഞു. ശരിയല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം കഴിഞ്ഞില്ലേ. നെക്സ്റ്റ് ഏതാ? ഇംപ്ലാന്റേഷൻ അല്ലേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം കഴിഞ്ഞില്ലേ. നെക്സ്റ്റ് ഏതാ? ഇംപ്ലാന്റ് ചെയ്യണ്ടേ. നെക്സ്റ്റ് കൊണ്ടുവന്ന് ഇംപ്ലാന്റ് ചെയ്യണ്ടേ. ലാസ്റ്റ് ക്ലാസ്സിൽ ബാക്കിയെല്ലാം പഠിച്ചു. ഇനി കൊണ്ടുവന്ന് ഇംപ്ലാന്റ് ചെയ്യണ്ടേ. വേണ്ടേ? ചെയ്യണ്ടേ? ഇത്രയായില്ലേ? 32 എല്ലാം ആയി. എല്ലാ ഹോർമോൺ വന്നു. ഇത് ബ്ലാസ്റ്റോസിറ്റ് ആയി. ഇംപ്ലാന്റേഷൻ ആവണ്ടേ. ഇംപ്ലാന്റേഷൻ ആകണ്ടേ. യെസ്, ഇംപ്ലാന്റേഷൻ ആകണം. അങ്ങനെയാണ് ഇല്ലേ? നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ ലിയോപോൾഡ് മേൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആരെ ഫേസ് ചെയ്യുന്നു? കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ ലിയോപോൾഡ് മേൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ആരെ ഫേസ് ചെയ്യുന്നു? ചോദ്യമാ. ആരെ? മദറിനെ. ആൻഡ് ഫോർത്ത് ആരാ? ഫോർത്ത് ആരെയാ? ബേബി. മറക്കരുതേ ചോദ്യം. സോ നെക്സ്റ്റ് ഇസ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്താണ്? ഇംപ്ലാന്റേഷൻ എന്താണ്? ഇംപ്ലാന്റേഷനെ പറയുന്ന മറ്റൊരു പേരാണ് നിഡേഷൻ. കേൾക്കാത്ത പേരാണ്. ഇംപ്ലാന്റേഷനെ പറയുന്ന മറ്റൊരു പേരുണ്ട്. ഇംപ്ലാന്റേഷൻ എപ്പോഴും മറ്റൊരു പേര് വിളിക്കാറുണ്ട്. നിഡേഷൻ. കേട്ടോ? ഉണ്ടോ? എവിടെയാണ് നിഡേഷൻ? കേട്ടോ? ഇത്രയും സമയം പറഞ്ഞ കാര്യം ബ്ലാസ്റ്റോസിറ്റ് ഫോം ചെയ്തതല്ലേ. നമ്മൾ തൊട്ട് മുമ്പെയുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ബ്ലാസ്റ്റോസിറ്റ് വരെയല്ലേ. അല്ലേ? ബ്ലാസ്റ്റോസിറ്റ് വരെയല്ലേ? അല്ലേ? അത് ഈ അടുത്ത സ്റ്റേജ് ആയിട്ട് അത് കൊണ്ടുവന്ന് അത് എവിടെ ഇംപ്ലാന്റ് ചെയ്യും? ബ്ലാസ്റ്റോസൈറ്റ് കൊണ്ടുവന്ന് എവിടെ ഇംപ്ലാന്റ് ചെയ്യും? യൂട്രൈൻ ക്യാവിറ്റി ആണോ? യൂട്രൈൻ മ്യൂക്കോസയാണോ? ബ്ലാസ്റ്റോസൈറ്റ് എവിടെ കൊണ്ടുവന്ന് ഇംപ്ലാന്റ് ചെയ്യും? യൂട്രൈൻ മ്യൂക്കോസ അല്ലേ. യൂട്രസിനകത്ത് യൂട്രൈൻ മ്യൂക്കോസയിൽ കൊണ്ടുവന്ന് ഇംപ്ലാന്റ് ചെയ്യില്ലേ. ചോദ്യം ഓരോ സ്റ്റേജ് പഠിക്കുകയാണ്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ചെന്താണ്? ബ്ലാസ്റ്റോസൈറ്റ് കൊണ്ടുവന്ന് എവിടെ ഇംപ്ലാന്റ് ചെയ്യും? യൂട്രൈൻ ക്യാവിറ്റി അല്ലെങ്കിൽ യൂട്രൈൻ മ്യൂക്കോസ. യൂട്രൈൻ ക്യാവിറ്റിക്കകത്ത് യൂട്രൈൻ മ്യൂക്കോസയിൽ കൊണ്ടുവന്ന് ഇംപ്ലാന്റ് ചെയ്യും. എത്രാമത്തെ ദിവസമാ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എത്രാമത്തെ ദിവസമാണ്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എത്ര ദിവസം? 6 മുതൽ 7 ദിവസം അല്ലേ. 6 മുതൽ 6ാമത്തെയോ 7ാമത്തെ ദിവസം ഫെർട്ടിലൈസേഷൻ കഴിയുന്നു. 6ാമത്തെയോ 7ാമത്തെ ദിവസം എന്ത് ചെയ്യും? ബ്ലാസ്റ്റോസൈറ്റ് കൊണ്ടുവന്ന് യൂട്രൈൻ മ്യൂക്കോസിൽ പോയി ഇരിക്കും. ആ പ്രോസസ്സിന്റെ പേര് എന്താ? ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ നിഡേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6ാമത്തെയോ 7ാമത്തെ ദിവസമാകുമ്പോൾ ഈ പറഞ്ഞ ബ്ലാസ്റ്റോസൈറ്റ് പോയി യൂട്രൈൻ മ്യൂക്കോസിൽ പോയി എംബഡ് ചെയ്യുക. ഇരിക്കുമല്ലേ? എംബഡ് മീൻ എന്താ? എംബഡ് ചെയ്യുക മീൻ എന്താ? ഇരിക്കുമല്ലേ? ആ ഒരു പ്രോസസ് പറഞ്ഞ പേരെന്താ? ഇംപ്ലാന്റേഷൻ അല്ലേ. എക്സാമ്പിൾ ചോദ്യം ഇത് എംബഡിങ് ചെയ്യുക. കേട്ടോണ്ടെങ്കിലും ചോദ്യം എംബഡ് ചെയ്യുക. എംബഡിങ്
കണ്ടുണ്ട്. ശരിയല്ലേ? ഇരിക്കുമല്ലേ? അല്ലെ ഇംപ്ലാന്റേഷൻ നിടേഷതല്ലേ അല്ലേ? ആ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6ാമത്തെയോ 7ാമത്തെ ദിവസം ചെയ്യും ബ്ലാസ്റ്റോസൈറ്റ് പോയി യൂട്രൈൻ മ്യൂക്കോസയിൽ പോയി ഇരിക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞ എന്താ? ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ നിഡേഷൻ എന്ന് വിളിക്കാം. ക്ലിയർ? 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 സൈറ്റ് ഏതാ? നോർമൽ സൈറ്റ് ഏതാ? ഇരിക്കുക എന്ന് പറയുമ്പോൾ സൈറ്റ് ഏതാ? എവിടെ ഇരിക്കും? ആൻഡ് അല്ലെങ്കിൽ പോസ്റ്റർ ബോൾ ഓഫ് എവിടെയാ? ഫണ്ടസ് ആണോ? ബോഡി എവിടെയാ? എവിടെയാ? ആൻഡ് ഓർ ദ പോസ്റ്റർ ബോഡി ആണോ? ഫണ്ടസിന് തൊട്ടടുത്തായിട്ട് എവിടെയാ? ബോഡി അല്ലേ? ഫണ്ടസിന് തൊട്ടടുത്തായിട്ട് ആൻഡിലായിട്ട് ഇപ്പൊ ബോഡിലല്ലേ? ഫണ്ടസിന് തൊട്ടടുത്തായിട്ട് ബോഡിയിൽ എപ്പോഴും ആൻഡിലായിട്ട് പോസ്റ്റർ അല്ലേ? ഫണ്ടസിന് തൊട്ടടുത്തായിട്ട് എപ്പോഴും ആൻഡിലായിട്ട് പോസ്റ്റർ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് അല്ലേ? ഒരു മിനിറ്റ് ക്ലിയർ. സോ എവിടെ നടക്കുന്ന ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഫണ്ടസ് ആണ്? ബോഡിയാണ്? ബോഡിയല്ലേ? ബോഡിയുടെ ആനിൽ പോസ്റ്റർ അല്ലേ? ഫണ്ടസിന് തൊട്ടടുത്തായിട്ട് ബോഡിയിൽ ആന്റിയറോ പോസ്റ്റീരിയറായിട്ടാണ് എപ്പോഴും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ക്ലിയർ? ഇനി ചോദിക്കും ഇംപ്ലാന്റ് സമയം എപ്പോഴാ? അവിടെയും ചോദ്യമുണ്ട്. ഓരോ ചോദ്യം ഇമ്പോർട്ടന്റാ. നമുക്ക് എല്ലാ ചോദ്യം ഇമ്പോർട്ടന്റാ. ഇംപ്ലാന്റേഷൻ സമയം എപ്പോഴാ? സമയം ചോദിക്കും. എപ്പോഴാ? 6ാമത്തെ ദിവസം അല്ലേ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6ാമത്തെ ദിവസം ചോദ്യം വരും. എക്സാമിൽ ചോദ്യം വരും. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6ാമത്തെ ദിവസം ആകുമ്പോൾ ഇംപ്ലാന്റേഷൻ ആയില്ലേ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6ാമത്തെ ദിവസം ആകുമ്പോൾ ഇംപ്ലാന്റേഷൻ ആയില്ലേ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6ാമത്തെ ദിവസം ആകുമ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കില്ലേ? ഇത് യൂട്രൈൻ ക്യാവിറ്റിയുടെ മ്യൂക്കോസ എപ്പോ വന്നിരിക്കും? യൂട്രൈൻ ക്യാവിറ്റിയുടെ മ്യൂക്കോസയിൽ വന്നപ്പോയിരിക്കും 7 days ആകുമ്പോഴല്ലേ? 6 to 7 days അല്ലേ? യൂട്രൈൻ ക്യാവിറ്റിയുടെ മ്യൂക്കോസയിൽ എപ്പോ വന്നിരിക്കും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6ാമത്തെ ദിവസം ആകുമ്പോൾ എന്താ? ഇംപ്ലാന്റേഷൻ നടക്കുകയും അത് യൂട്രൈൻ മ്യൂക്കോസയിൽ വന്നപ്പോയിരിക്കും 6 to 7 days ആണോ? 6 to 7 days ആണോ? യൂട്രൈൻ മ്യൂക്കോസ പറഞ്ഞേ ആണോ? ചോദിക്കട്ടെ. അവിടെ ചോദ്യമുണ്ട്. അവിടെ പഠിക്കാതെ ചോദ്യമുണ്ട്. നോർമൽ ദ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ എത്ര ദിവസമാണ്? അറിയണം. നോർമൽ ദ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ എത്ര ദിവസമാണ്? മെൻസ്ട്രുവൽ സൈക്കിൾ കഴിഞ്ഞ് എത്രാം ദിവസമാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്? അവരുടെ ചോദ്യമുണ്ട്. മെൻസ്ട്രുവൽ സൈക്കിൾ കഴിഞ്ഞ് എത്രാമത്തെ ദിവസമാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്? 20ാമത്തെ ദിവസം അല്ലേ? മെൻസ്ട്രുവൽ സൈക്കിൾ കഴിഞ്ഞ് 20ാമത്തെ ദിവസമല്ലേ ഇംപ്ലാന്റേഷൻ വെക്കുന്നത്? ശരിയാണോ? മെൻസ്ട്രുവേഷൻ കഴിഞ്ഞ് 20 ആണോ? എവിടെന്ന് പറയുന്നത് അല്ലേ? ഒരു ഓർമ്മ പറയാണ് അല്ലേ? നോർമൽ മെൻസ്ട്രുവൽ സൈക്കിൾ കഴിഞ്ഞ് 20ാമത്തെ ദിവസം ഇംപ്ലാന്റേഷൻ ഒക്കുക ചെയ്യും. എങ്കിൽ ചോദ്യം, കഴിഞ്ഞ ദിവസം മെൻസ്ട്രുവേഷൻ പഠിച്ചപ്പോൾ 14 days നടക്കും. കഴിഞ്ഞ ദിവസം മെൻസ്ട്രുവേഷൻ പഠിച്ചപ്പോൾ 14th ഡേയിൽ എന്താ സംഭവം?
ഓവുലേഷൻ ഓവുലേഷൻ റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞ് 14 ഡേ ആകുമ്പോൾ ഓവുലേഷൻ ഉണ്ടോ? റെഗുലർ മെൻസ്ട്രൽ കഴിഞ്ഞ ശേഷം 14 ഡേയിൽ ഓവുലേഷൻ ഉണ്ടോ? പറഞ്ഞേ, ഉണ്ടോ? റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞ് 14 ഡേയിൽ ഓവുലേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് 20ാമത്തെ ദിവസം ആകുമ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കും. ശരിയല്ലേ? നടക്കും. നേരത്തെ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ബ്ലാസ്റ്റോസൈറ്റ് എപ്പോഴും യൂട്രൈൻ ക്യാവിറ്റി വന്ന് യൂട്രൈൻ ക്യാവിറ്റിക്കകത്തുള്ള മ്യൂക്കോസിൽ വന്ന് എംബർച്ച് പറഞ്ഞില്ലേ 6 to 7 days. ഇതല്ലേ ഇംപ്ലാന്റേഷൻ. മെൻസ്ട്രേഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസം ആകുമ്പോൾ നടക്കുന്നത് ശരിയല്ലേ? ശരിയാണോ? യെസ്, ആണല്ലേ. സോ എപ്പോഴാ ഇത് നടക്കും? എപ്പോഴാ? മെൻസ്ട്രേഷൻ കഴിഞ്ഞ് ആഫ്റ്റർ 20 days ആണോ? മെൻസ്ട്രേഷന്റെ 20 days കഴിഞ്ഞല്ലേ? അല്ലേ? ഫസ്റ്റ് ഏതാണ്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞപ്പോഴാ 6 day അല്ലേ? മെൻസ്ട്രേഷൻ കഴിഞ്ഞ് 20 daysലും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6 മാസമല്ലേ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6ാമത്തെ ദിവസം ശേഷം ഇംപ്ലാന്റേഷൻ. വീണ്ടും ചോദ്യം വരും, ഇംപ്ലാന്റേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? 10ാമത്തെ ദിവസം. 10 ആണോ? 10 അല്ലെങ്കിൽ കാണാൻ പറയാണ്, 10 അല്ലെങ്കിൽ 11 കേട്ടോ. കണ്ടില്ല, നോട്ട് ഉണ്ടില്ല. 10 അല്ലെങ്കിൽ 11. ഇംപ്ലാന്റേഷൻ എപ്പോഴും കംപ്ലീറ്റ് ആകുമ്പോഴാ 10 അല്ലെങ്കിൽ 11ാമത്തെ ദിവസം കേട്ടോ. ഈ ഇംപ്ലാന്റേഷൻ എപ്പോഴും കംപ്ലീറ്റ് ആവുന്ന സമയം ചോദിച്ചാൽ 10 അല്ലെങ്കിൽ 11ാമത്തെ ദിവസമാണ് കംപ്ലീറ്റ് ആവുന്നത്. മാത്രമല്ല, ഇവൻ നേരെ 10-11 ദിവസം പെനട്രേറ്റ് ചെയ്തുകൊണ്ട് എവിടെ പോകും? എൻഡോമെട്രി ആണോ? ഇവൻ നേരെ 10-11 ദിവസം പോലെ 10-11 ദിവസം ആകുമ്പോൾ നേരെ എന്താണ് ദേഷ്യത്തോടെ എനിക്ക് പോണകത്തോട്ട് കയറി പോയേ പറ്റുള്ളൂ. അമ്മയെ കാണണം. നേരെ എൻഡോമെട്രിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്ത് എപ്പോഴാ? ഈ പറഞ്ഞ 10-11 ദിവസം ചെയ്യും. എൻഡോമെട്രി പെനട്രേറ്റ് അകത്തോട്ട് പോകും. ആ ഒരു കംപ്ലീറ്റ് പ്രോസസ് പറഞ്ഞ പേരെന്താ? ഇൻഡസ്ട്രീഷൻ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ആണോ? അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പെനട്രേറ്റ് ചെയ്തത് എന്താ? ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ നിഡേഷൻ. ക്ലിയർ? കിട്ടിയോ? അകത്തോട്ട് പോകുന്നത് കിട്ടിയോ? ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് അകത്തോട്ട് പോകുന്നത് കിട്ടിയോ? അത് കിട്ടിയോ? ഇൻഡസ്ട്രീഷനകത്ത് ഇംപ്ലാന്റ് ചെയ്തോ? എനിക്ക് ചോള അയക്കണേ കേട്ടോ. എനിക്ക് ചോക്ലേറ്റ് അയക്കണേ. അയക്കൂടെ എല്ലാവരും? അയക്കണം കേട്ടോ. സന്തോഷം. നല്ല കാര്യം. ഉറപ്പായി ഓട്ടിക്കാതി. പഠിക്കാൻ പറഞ്ഞ കേട്ടില്ല. ഇതൊക്കെ കേൾക്കും. ലഡു അയക്കല്ലേ? ശ്രീജ പറഞ്ഞല്ലേ ലഡു അയക്കാൻ നമുക്ക് കുട്ടിക്കാണ്. ലഡു അയക്കാൻ കുട്ടിക്ക്. അത് ഇതൊക്കെ പഠിക്കുക. ചോദ്യം കേട്ടോ. ഞാൻ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് ഇത് എവിടെയോ എൻഡോമെട്രിനകത്ത് കുത്തിക്കേറി പെനട്രേറ്റ് പറഞ്ഞില്ലേ? എൻഡോമെട്രിനകത്ത് പെനട്രേറ്റ് പറഞ്ഞില്ലേ? ലാസ്റ്റ് ആയിട്ട് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു എൻഡോമെട്രിനകത്ത് പെനട്രേറ്റ് പറഞ്ഞില്ലേ? ആ ഒരു ഇംപ്ലാന്റേഷൻ പറഞ്ഞ എന്താ? ഇൻഡസ്ട്രീഷ്യൽ ഇംപ്ലാന്റേഷൻ അല്ലേ? ശരിയല്ലേ? എൻഡോമെട്രിനകത്ത് പെനട്രേറ്റ് ചെയ്ത് പോയി ഇംപ്ലാന്റ് ചെയ്ത പറഞ്ഞ എന്താ? ഇൻഡസ്ട്രീഷ്യൽ ഇംപ്ലാന്റേഷൻ. എൻഡോമെട്രിനകത്ത് പെനട്രേറ്റ് ചെയ്ത് പോയി ഇംപ്ലാന്റ് ചെയ്ത് വിളിക്കാം ഇൻഡസ്ട്രീഷ്യൽ ഇംപ്ലാന്റേഷൻ എന്ന് വിളിച്ചൂടെ? ശരിയല്ലേ? സൈക്കിൾ റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞ് ഒരു 24-25 ദിവസം ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് ഇൻഡസ്ട്രീഷ്യൽ ഇംപ്ലാന്റ് നടക്കാറുണ്ട് അല്ലേ? ശരിയല്ലേ? ഇതും ക്ലിയർ? ഇത്രയും ക്ലിയർ?
പഠിക്കാതെ പോകുന്ന മിസ്സായി പോകുന്നവരുമാണ്. കാരണം ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ഓവുലേഷൻ എനിക്ക് പഠിക്കാതെ പോകുന്ന കാര്യമല്ലേ. പലർക്കും അറിയാത്ത കാര്യം ഇതൊക്കെ. പലർക്കും അറിയാത്ത കാര്യം ഇനിയുണ്ട്. ഇത് ഞാൻ കുറച്ചു മുമ്പായിട്ട് എന്താ ഡീപ്പായിട്ട് എന്താ പെനട്രേറ്റ് പറഞ്ഞില്ലേ എന്താ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് പറഞ്ഞില്ലേ. അങ്ങനെ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ബ്ലാസ്റ്റോസിറ്റിനെ എന്ത് കവർ ചെയ്യും? ഇത് പറഞ്ഞെല്ലാം ബ്ലാസ്റ്റോസൈറ്റ് ആണ്. അതിനെ എന്ത് കവർ ചെയ്യും? നല്ല ഡീപ്പായിട്ട് അതകത്തേക്ക് എൻഡോമെട്രിനകത്തോട്ട് കയറിപ്പോയ സമയത്ത് അത് എന്ത് കവർ ചെയ്യും? അവിടെ ഒരു വാക്കോട്ട് എല്ലാ എക്സാമിനും സ്ഥിരമായി ചോദിക്കുന്ന വാക്ക. ബ്ലാസ്റ്റോസൈറ്റ് എൻഡോമെട്രിനകത്ത് പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനെ കവർ ചെയ്യുന്ന എന്താ? ബ്ലാസ്റ്റോസൈറ്റ് എൻഡോമെട്രിനകത്ത് കവർ ചെയ്ത് പോകും, അകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ കവർ ചെയ്യുന്നത് എന്താണ്? ഡെസിഡുവ. എന്ത് സെല്ലേ? എല്ലാ സൈഡും അതല്ലേ. ഫീറ്റസ് വളർന്നപ്പോൾ എന്താ? യൂട്രൈൻ ക്യാവിറ്റി ആണോ? ഫീറ്റസ് വളർന്നെപ്പോഴും യൂട്രൈൻ ക്യാവിറ്റിക്കകത്താണോ? അതോ ഡെസിഡു ആണോ? ഫീറ്റസ് വളർന്നത് യൂട്രൈൻ ക്യാവിറ്റി ആണോ അതോ ഡെസിഡു ആണോ? ഡെസിഡു അല്ലേ. ഫീറ്റസ് വളർന്നത് ഡെസിഡു ആണോ യൂട്രൈൻ ക്യാവിറ്റി ആണോ? ഡെസിഡു അല്ലേ. സോ അതിനകത്തല്ലേ ബ്ലാസ്റ്റോസൈറ്റ് വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഡെസിഡുയ്ക്കകത്തല്ലേ ബ്ലാസ്റ്റോസൈറ്റ് ഇന്ന് ഇംപ്ലാന്റ് ചെയ്ത് പതിയെ ഡെസിഡുവായി മാറുന്നത്. അത്രയും ക്ലിയർ. സോ എവിടെ എത്തി? തുടങ്ങിയപ്പോൾ ബ്ലാസ്റ്റോസൈറ്റ് അല്ലേ. ഇപ്പൊ എവിടെ എത്തി? ഡെസിഡു എത്തിയോ? ഇത് തുടങ്ങിയപ്പോൾ ബ്ലാസ്റ്റോസൈറ്റ് ആയിരുന്നു. ഡെസിഡു എത്തിയോ? അത്രയും ക്ലിയർ. ഇംപ്ലാന്റേഷൻ എത്തിയോ? ഇംപ്ലാന്റ് ചെയ്തോ? ട്യൂമർ കുഞ്ഞുണ്ടോ? നാളെ ആകുമ്പോ കുഞ്ഞ് വരുമോ? നാളെ വരോ? ലേബർ പഠിക്കണ്ടേ? നാളെ കുഞ്ഞ് വരോ? ഇംപ്ലാന്റ് ചെയ്തു, ഡെസിഡു വന്നു, എല്ലാ സെല്ലും കവറായി, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, ഇംപ്ലാന്റേഷൻ ആയി, ബ്ലാസ്റ്റോസൈറ്റിനെ ഡെസിഡു കവർ ചെയ്തു. നാളെ ലേബർ പഠിക്കണ്ടേ? ലേബറാവോ നാളെ? ഞാനോ ആവോ? വേണം, ആവട്ടെ നാളെ. സന്തോഷം. സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ക്ലിയർ. ഇതുവരെ ക്ലിയർ. ലേബർ മുമ്പാണോ പ്ലാസന്റ് ഉണ്ടാവുന്നത്? അതും ചോദ്യം. ലേബർ പഠിക്കുന്ന മുമ്പേ ആണോ പ്ലാസന്റ് ഉണ്ടാകുന്നത്? പഠിക്കും. ലേബർ മുമ്പേ ആണോ പ്ലാസന്റ് ഉണ്ടാകുന്നത്? അപ്പൊ അതല്ലേ ആദ്യം പഠിക്കേണ്ടത്. അല്ല ലേബർ അല്ലല്ലോ. ലേബർ ആകുന്ന മുമ്പ് അല്ലേ പ്ലാസന്റ് കൊള്ളുന്നത്. അപ്പൊ ഇനി പഠിക്കണം. എന്ത് പഠിക്കണം? അപ്പൊ പ്ലാസന്റ് അല്ലേ. സോ നെക്സ്റ്റ് ഹെഡിങ് ഇടുക പ്ലാസന്റ. ഡെവലപ്മെന്റ് പ്ലാസന്റ. ഇംപ്ലാന്റ് ചെയ്തില്ലേ? തൊട്ട് മുമ്പായിട്ട് ഇംപ്ലാന്റ് ചെയ്തില്ലേ? ബ്ലാസ്റ്റോസൈറ്റ് വന്ന് ഡെസിഡുയുടെ രണ്ട് സൈഡ് ഭാഗത്തുമായിട്ട് ഇംപ്ലാന്റ് ചെയ്തില്ലേ? കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാ? പ്ലാസന്റയുടെ പഠിക്കണ്ടേ? ഇതെല്ലാം കഴിഞ്ഞല്ലേ ലേബർ ഇടുന്നത്? ഇതെല്ലാം കഴിഞ്ഞല്ലേ ലേബർ ആവുന്നത്? ഇതെല്ലാം കഴിഞ്ഞല്ലേ പ്രസവിക്കുന്നത്? ആണോ? നോക്കാം. പ്ലാസന്റ അത് ഡെവലപ്പോ? അത് എവിടെ ഡെവലപ്പോ? ചോദ്യം പോലെ പ്ലാസന്റയുടെ ഡെവലപ്മെന്റ് പഠിക്കാം. സ്ട്രക്ചർ അല്ല. ആദ്യം ഡെവലപ്മെന്റ്. നേരത്തെ പറഞ്ഞു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നെ എവിടെ വളരും? ഡെസിഡു അല്ലേ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നെ യൂട്രൈൻ ക്യാവിറ്റിക്കകത്ത് ഡെസിഡുക്കകത്ത് അത് വളർന്നു പറഞ്ഞില്ലേ? ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നെ
ഡെസിഡോയ്ക്കകത്ത് അത് വളരെ പറഞ്ഞില്ലേ, പറഞ്ഞു. അപ്പോൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു. അടുത്ത നമ്മൾ കണക്റ്റീവ് പഠിക്കാരിയാണ്. കണക്റ്റീവ് പഠിക്കണം. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ പ്ലാസെന്റയുടെ ഡെവലപ്മെന്റ് ആണ്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ അടുത്തറിയേണ്ട കാര്യം പ്ലാസെന്റയുടെ ഡെവലപ്മെന്റ് ആണ്. നോക്കാം, പ്ലാസെന്റ അത് എവിടെ ഡെവലപ്പ് ആവും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കും, പ്ലാസെന്റ എവിടെ ഡെവലപ്പ് ആവും? ഡെവലപ്പ് ഫ്രം ചോദ്യമാണ്. ഡെവലപ്സ് എവിടുന്ന? ബ്ലാസ്റ്റോസിന്റെ എവിടുന്ന? ട്രോപ്പോബ്ലാസ്റ്റ് ആണോ? നേരത്തെ പറഞ്ഞ ബ്ലാസ്റ്റോസൈറ്റിന്റെ എവിടുന്ന? ട്രോപ്പോബ്ലാസ്റ്റ് ആണോ? ബ്ലാസ്റ്റോസൈറ്റിന്റെ ട്രോപ്പോബ്ലാസ്റ്റിൽ നിന്നുമാണോ പ്ലാസെന്റ ഡെവലപ്പ്? ഔട്ടർ ലെയർ അല്ലേ? ഔട്ടർ ലെയർ ആണോ? ഔട്ടർ ലെയർ ആണോ? 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 നേരത്തെ പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. നേരത്തെ പറഞ്ഞ ബ്ലാസ്റ്റോസൈറ്റിന്റെ ട്രോപ്പോബ്ലാസ്റ്റിൽ നിന്നും ആ ലെയറിൽ നിന്നും ആര് ഡെവലപ്പ് ആവും? നേരത്തെ പറഞ്ഞ ബ്ലാസ്റ്റോസൈറ്റിന്റെ ഔട്ടർ ലെയർ ആയ ട്രോപ്പോബ്ലാസ്റ്റിൽ നിന്നും ആര് ഡെവലപ്പ് ആവും? പ്ലാസെന്റ ഡെവലപ്പ് ചെയ്യും. പ്ലാസെന്റ മാത്രമല്ല, ഫീറ്റൽ മെമ്പറൈൻസും കേട്ടോ. ശരിക്കും പറഞ്ഞ ഫസ്റ്റ് വരുമ്പോഴേ ഫസ്റ്റ് 2 ആഴ്ച വലിയ വ്യത്യാസമില്ല കേട്ടോ. ഫസ്റ്റ് 2 ആഴ്ച ഇല്ലേ, ശരിക്കും പറഞ്ഞ ബ്ലാസ്റ്റോസിന്റെ ഫസ്റ്റ് 2 ആഴ്ച ആകുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ ശേഷം ട്രോപ്പോബ്ലാസ്റ്റിന്റെ പതിയെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെല്ലും എല്ലാം കൂടി എന്തായി മാറും? ഇത് 2 ലെയറുകളാണോ? ഇത് 2 ലെയർ ആണോ? 2 ലെയർ ആണ്. പതിയെ ഈ പറഞ്ഞ ട്രോപ്പോബ്ലാസ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് 2 ലെയറായി മാറും. 2 ലെയറായി മാറും. പതിയെ പറഞ്ഞ ട്രോപ്പോബ്ലാസ്റ്റ് ഡെവലപ്പ് ചെയ്ത് 2 ലെയറായി മാറും. അവിടെ ഒരു ചോദ്യമുണ്ട്, ഔട്ടർ ലെയർ ഏതാ? 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 ഔട്ടർ ലെയർ 2 ആഴ്ചയാകുമ്പോൾ ഈ പറഞ്ഞ ട്രോപ്പോബ്ലാസ്റ്റ് ഡെവലപ്പ് ചെയ്ത് 2 ലെയറായി. ഔട്ടർ ലെയർ ഏതാ? ഔട്ടർ ലെയർ പറയുന്നത് സിൻഷ്യോ ട്രോപ്പോബ്ലാസ്റ്റ് ആണോ? ഔട്ടർ ലെയറിനെ പറയുന്ന പേര് സിൻഷ്യോ ട്രോപ്പോബ്ലാസ്റ്റ് ആണോ? ഔട്ടർ ലെയറിനെ മൾട്ടി ന്യൂക്ലിയസ് ഉള്ള ഔട്ടർ ലെയറിനെ പറയുന്ന പേരെന്താ? സിൻഷ്യോ ട്രോപ്പോബ്ലാസ്റ്റ് ആണോ? ആണ്. ചോദ്യമാണ്. ട്രോപ്പോബ്ലാസ്റ്റിന്റെ ഔട്ടർ ലെയറിനെ പറയുന്ന പേരെന്താ? സിൻഷ്യോ ട്രോപ്പോബ്ലാസ്റ്റ് ആണ്. ഇന്നർ ലെയർ ഏതാ? ഇന്നർ ലെയർ ഏതാ? ഒരൊറ്റ ന്യൂക്ലിയസ് മാത്രമുള്ള മോണോ ന്യൂക്ലിയേറ്റർ എന്തായിരിക്കും? ഒറ്റ ന്യൂക്ലിയസ് മാത്രമുള്ള മോണോ ന്യൂക്ലിയേറ്റർ എന്തായിരിക്കും? സൈറ്റോട്രോപ്പോബ്ലാസ്റ്റ്. സൈറ്റോട്രോബ്ലാസ്റ്റ്. സോ എത്ര ലെയർ ഉണ്ട്? എത്ര ലെയർ ഉണ്ട്? ചോദ്യം, ഇത് ഏതിന് എത്ര ലെയർ ഉണ്ട്? ചോദ്യം, ഏതിന് എത്ര ലെയർ ഉണ്ട്? ബ്ലാസ്റ്റോസൈറ്റ് ആണോ? ചോദ്യം, ഏതിന് എത്ര ലെയർ ഉണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രോപ്പോബ്ലാസ്റ്റ് ആണ്. പറഞ്ഞേ, ഏതിന് എത്ര ലെയർ ഉണ്ട്? ട്രോപ്പോബ്ലാസ്റ്റ് ആണോ? ട്രോപ്പോബ്ലാസ്റ്റ് ലെയർ ഉണ്ട്. 2 ഏതൊക്കെയാ? 2 ഏതൊക്കെയാ? ഔട്ടർ ലെയർ ഏതാ? ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നറും ഉണ്ട്. ഔട്ടർ ലെയർ ഉണ്ട് ഒറ്റ ആണോ 2 ആണോ? ഔട്ടർ ലെയർ മൾട്ടി ന്യൂക്ലിയർ അല്ലേ? മൾട്ടി ന്യൂക്ലിയർ ഉള്ള സിൻഷ്യോ ട്രോപ്പോബ്ലാസ്റ്റ് അല്ലേ? ഇന്നർ ലെയർ ആണെങ്കിൽ സൈറ്റോട്രോപ്പോബ്ലാസ്റ്റ് എന്ന് വിളിക്കുക. ക്ലിയർ? 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 ഇവിടെ വെച്ച് ആദ്യം ബ്ലാസ്റ്റോസൈറ്റ് എത്ര ലെയറായി മാറി? ഇവിടെ വെച്ച് ബ്ലാസ്റ്റോസൈറ്റ് എത്ര ലെയറായി മാറി? 2 അല്ലേ? ഇവിടെ വെച്ച് ബ്ലാസ്റ്റോസൈറ്റ് എത്ര ലെയറായി മാറി? 2 ആണോ? 2 ആയി മാറിയോ? 2 ആയി മാറിയോ? സൈറ്റോട്രോബ്ലാസ്റ്റും സിൻഷ്യോ ട്രോബ്ലാസ്റ്റും അല്ലേ? ഇവിടെ വെച്ച് ബ്ലാസ്റ്റോസൈറ്റ് 2 ആയി മാറിയില്ലേ? സിൻഷ്യോ ട്രോബ്ലാസ്റ്റും സൈറ്റോ. ഇതിൽ ആരാണ് ഇന്നർ? ആരാ ഇന്നർ? ആരാ? സൈറ്റോട്രോപ്പോ അല്ലേ? സൈറ്റോട്രോപ്പോബ്ലാസ്റ്റ് ഇന്നറും സിൻഷ്യോ ട്രോബ്ലാസ്റ്റ് ഔട്ടറും അല്ലേ?
മറക്കരുത്. ഇവിടെ വെച്ചാണ് എപ്പോഴും ബ്ലാസ്റ്റോസൈറ്റ് എപ്പോഴും രണ്ടായി മാറുന്നത്. ബ്ലാസ്റ്റോസൈറ്റ് എപ്പോഴും രണ്ടായി മാറുന്നത് ഇവിടെ വച്ചാണ്. സിൻഷോയും സൈറ്റോയും ആയി മാറും. ക്ലിയർ ക്ലിയർ ക്ലിയർ. യെസ്. ഇനി ആരെ പഠിക്കാനുള്ളത്? എല്ലാം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഏതാ? പ്ലാസന്റ് ഉണ്ട്. ലേബർ മുമ്പായിട്ട് പ്ലാസന്റ് ഡെവലപ്പർ ഉണ്ട്. ഇത്രയും പഠിച്ചു. ഡെവലപ്മെന്റിനകത്ത് കറക്റ്റ് ആയിട്ട് ഓർഡറിനകത്ത് ഇത് പഠിച്ചില്ലേ? എല്ലാ ലെയർ ഫോം ചെയ്തു. ഔട്ടർ ഇന്നർ ഫോം ചെയ്തില്ലേ? ഔട്ടർ ലെയറും ഇന്നർ ലെയർ ഫോം ചെയ്തില്ലേ? സിൻഷോട്രോബ്ലാസ്റ്റും സൈറ്റോട്രോബ്ലാസ്റ്റ് ഫോം ചെയ്തില്ലേ? ഇനി ആര് വരണം? പ്ലാസന്റ് അല്ലേ? അല്ലെ? കുഞ്ഞ് വെളി വരുമ്പോ ഇതൊക്കെ വരണ്ടേ? കുഞ്ഞ് പുറത്തോട് വരുമ്പോ ഇതെല്ലാം വരണ്ടേ? ആദ്യം സിൻഷോയും പറഞ്ഞു, സൈറ്റോ പറഞ്ഞു, ആംനിയോൺ കോറിയും എല്ലാം പറഞ്ഞു. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം പ്ലാസന്റ. ഇപ്പൊ മഴയുണ്ടോ ഇവിടെ? മഴയുണ്ടല്ലോ അടുത്ത്? മഴയുണ്ടോ? സാർ എന്റെ നെറ്റ്വർക്ക് കുറവാണ്, മഴയാണ്. കുഴപ്പമില്ല, ഞാൻ ടുമോറോ റെക്കോർഡിംഗ് പഠിക്കട്ടോ. ടുമോറോ റെക്കോർഡിംഗ് പഠിക്കട്ടോ. റെക്കോർഡിംഗ് പഠിക്കട്ടോ. പഠിക്കണേ. ഇവിടെ മഴയില്ല കേട്ടോ. ഇവിടെ ഇപ്പൊ മഴയില്ല. ഉച്ചയും മഴ ഉണ്ടല്ലോ. ഉച്ചയും മഴ ഉണ്ടല്ലോ. ഉച്ചയും മഴ ഇല്ല. നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. പ്ലാസന്റ ഹെഡിങ് ഇട്ടോ. പ്ലാസന്റ ഹെഡിങ് ഇട്ടോ. പ്ലാസന്റ. സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്. സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? പ്ലാസന്റ. ക്ലാസ് ചോദ്യം വരും. ഒരു ക്ലാസിന്റെ അവസാനമാകുമ്പോഴേ ഒരു ക്ലാസിന്റെ അവസാനമാകുമ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയാമോ? അവരാണ് ക്ഷമയോടെ പഠിക്കട്ടെ. ഒരു ക്ലാസിന്റെ എപ്പോഴും അവസാനമാകുമ്പോൾ എത്ര പേരുണ്ട് അവരാണ് എപ്പോഴും ക്ഷമയോടെ പഠിക്കുക. ക്ഷമ ഉണ്ടോ? ക്ഷമ ഉണ്ടോ? ക്ഷമ കഷ്ടപ്പെട്ട് പിടിച്ചിരിക്കുന്നു ഉണ്ടോ? പല തിരക്കിൽ നിന്നും മാറി പഠിക്കാനുണ്ടോ? ഉണ്ട്. സോ പ്ലാസന്റ് എന്താ? പ്ലാസന്റ ഒരു ചോദ്യം ഉത്തരമാണ്. നെക്സ്റ്റ് ഹെഡിങ് ഇടുക. അടുത്ത ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് പ്ലാസന്റ. പ്ലാസന്റ ബാക്കി എല്ലാം പറഞ്ഞു. ഇതൊക്കെ ലെയർക്ക് പറഞ്ഞു, എല്ലാം പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പ്ലാസന്റ. ലേബർ മുമ്പായിട്ട് നെക്സ്റ്റ് പഠിക്കേണ്ട കാര്യം പ്ലാസന്റ. എന്താണ് പ്ലാസന്റ? എത്ര ലെയർ ഉണ്ട്? പ്ലാസന്റ എത്ര ലെയർ ഉണ്ട്? ഷേപ്പ് എന്താ ചോദിക്കും. ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഡിസ്കോ ഷേപ്പ് ആണോ? കേരള P6 പ്രീവിയസ് ചോദ്യമാണ്. പ്ലാസന്റ ഷേപ്പ് എന്താ? ആരെങ്കിലും ഈ ഒരു ചോദ്യം മുൻ എക്സാം കണ്ടുണ്ടോ? കേരള PC എക്സാമിന്റെ മുൻ എക്സാമിന് ആരെങ്കിലും കണ്ടുണ്ടോ? പ്ലാസന്റ ഷേപ്പ് ഏതെങ്കിലും ചോദ്യം കണ്ടുണ്ടോ? ഡിസ്കോഡ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്. ഡിസ്കോയിഡ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആണോ എന്നൊരു ചോദ്യം എക്സാം ഉണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? 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 ഉണ്ടല്ലേ? കണ്ടായിരുന്നു. ചോദ്യം വരുന്നു. ഇത് ഫസ്റ്റ് ചോദ്യം തന്നെയാണ്. പ്ലാസന്റയുടെ ഷേപ്പ് എന്താണ്? ഓവൽ അല്ലെങ്കിൽ ഡിസ്കോഡ് ഷേപ്പ് അല്ലേ? ഇനി പ്ലാസന്റയുടെ സ്ട്രക്ചർ കാണുന്ന എവിടെയാ? യൂട്രൈൻ ക്യാവിറ്റിക്കാണോ? യൂട്രസിനകത്താണോ? പ്ലാസന്റയുടെ സ്ട്രക്ചർ എവിടെ കാണുന്ന എവിടെയാ? യൂട്രസിനകത്താണോ? പ്ലാസന്റയുടെ സ്ട്രക്ചർ എപ്പോഴും കാണുന്ന എവിടെ വെച്ചാ? യൂട്രസിനകത്താണോ? പ്ലാസന്റ എന്ന സ്ട്രക്ചർ എവിടെ കാണും? പ്ലാസന്റ എന്ന സ്ട്രക്ചർ എവിടെ കാണും? അബ്ഡോമിനകത്താണോ? യൂട്രസിനകത്തോടെയാ? എവിടെയാ? യൂട്രസ് 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 യൂട്രസ്. എന്തിനാ പ്ലാസന്റ ഉള്ളത്? എന്തിനാ പ്ലാസന്റ ഉള്ളത്? ഫീറ്റസിന് നറിഷ്മെന്റും ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയാണോ? പ്ലാസന്റ എന്തിനാ ഉള്ളത്? ഫീറ്റസിന് നറിഷ്മെന്റും ഓക്സിജൻ ശ്വസിച്ച് വലിച്ച് നാളെ ജനിച്ച് ആണോ? ആണോ? ഫീറ്റസിന് നറിഷ്മെന്റും എന്ന സ്ട്രക്ചർ കാണുന്നത് എവിടെയാണ്? ചോദ്യം ഫസ്റ്റ് ചോദ്യം ഇതാണ്. പ്ലാസന്റ എന്ന സ്ട്രക്ചർ യൂട്രസിനകത്ത് കാണും. പ്രധാനമായിട്ടും ഫീറ്റസിന് നറിഷ്മെന്റും ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയാണ് യൂട്രസിൽ കടന്ന ഓവൽ അല്ലെങ്കിൽ ഡിസ്കോ ഷേപ്പ് ഉള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താ?
യൂട്രസിൽ കാണപ്പെടുന്ന ഓവൽ അല്ലെങ്കിൽ ദ ഡിസ്കോ ഷേപ്പ് ഉള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താ? പ്ലാസന്റ എന്ന് വിളിക്കാം. അതുവഴിയാണ് ഫീറ്റസിന് ഓക്സിജനും നറിഷ്മെന്റും കിട്ടുന്നത്. മറക്കരുത്, ഫീറ്റസിന് ഓക്സിജനും നറിഷ്മെന്റും കിട്ടുന്ന ഓവൽ ഷേപ്പുള്ള ഡിസ്കോ ഷേപ്പുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താ? ഫീറ്റസിന് നറിഷ്മെന്റും ഓക്സിജനും കിട്ടുന്ന ഓവൽ ഷേപ്പുള്ള ഡിസ്കോ ഷേപ്പുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താ? പ്ലാസന്റ. ക്ലിയർ? ക്ലിയർ? യെസ്. ഈ ചോദ്യം വരും, വീണ്ടും ചോദ്യം വരും. നെക്സ്റ്റും ചോദ്യമാണ്. ഫസ്റ്റ് ചോദ്യം ഫുള്ള് പറഞ്ഞു. ഈ പറഞ്ഞ പ്ലാസന്റ അതെവിടെ ഡെവലപ്പ് ചെയ്യും? എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യും? എക്സാമിന് ചോദ്യം വരും. നേരത്തെ പറഞ്ഞ ഡെസിഡു ആണോ? ഡെസിഡു ആണോ? നേരത്തെ പറഞ്ഞ ദ ഡെസിഡു വേണോ? നേരത്തെ പറഞ്ഞ ദ ഡെസിഡു വേണോ? ചോദ്യം വരും. ആണോ? രണ്ട് ചോദ്യം വരും. പ്ലാസന്റ അത് ഡെവലപ്പ് ചെയ്യുന്ന ദ കോറിയോണിക് ഫ്രോണ്ടോസം അല്ലെങ്കിൽ ദ ഡെസിഡുവ ബാസാലിസ്. ശരിയല്ലേ? ശരിയല്ലേ? ദ ഡെസിഡിൽ നിന്നും എവിടെന്നാ? കോറിയോണിക് ഫ്രോണ്ടോസവും ആൻഡ് ഡെസിഡിക് ബാസാലിസ് നിന്ന്. കോറിയോണിക് ഫ്രോണ്ടോസവും ദ ഡെസിഡുവ ബാസാലിസിൽ നിന്നും എപ്പോഴും ഡെവലപ്പ് ചെയ്യാറുണ്ട്. നേരത്തെ കോറിയം പഠിച്ചില്ലേ? നേരത്തെ കോറിയം പഠിച്ചില്ലേ? തൊട്ട് മുൻപായിട്ട് കോറിയം പഠിച്ചില്ലേ? അതിന്റെ ഔട്ടർ മോസ്റ്റ് ഏതാ? കോറിയോന്റെ ഔട്ടർ മോസ്റ്റ് ഏതാ? അതില് ഫ്രോണ്ടോസം. നേരത്തെ പഠിച്ച കോറിയം പഠിച്ചില്ലേ? കോറിയോന്റെ ഔട്ടർ മോസ്റ്റ് ഏതാ? കോറിയോ ഫ്രോണ്ടോസം അല്ലേ? എന്താ കോറിയോ? എന്താ കോറിയോൺ എന്ന് പറയുന്നത്? ഫീറ്റലിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണോ? ആണോ? കോറിയോൺ ഫീറ്റസിന് ഔട്ടർ മോസ്റ്റ് ലെയർ ആണോ? കോറിയോ ഫ്രോണ്ടോസം. കോറിയോൺ ഫ്രോണ്ടോസം എന്ന് പറയുന്നത് ഫീറ്റസിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണോ? ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഔട്ടർ മോസ്റ്റ് ലെയർ ആണോ? യെസ് അല്ലേ? കോറിയോൺ ഫ്രോണ്ടോസം ഫീറ്റലിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലേ? ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലേ? അപ്പൊ കോറിയോണിക് ഫ്രോണ്ടോസും ഡെസിഡുവ ബാസാലിസ് ചേർന്ന് എന്തുണ്ടാവും? കോറിയോണിക് ഫ്രോണ്ടോസും ഡെസിഡുവ ബാസാലിസ് ചേർന്ന് പ്ലാസന്റ ഉണ്ടാകും. ക്ലിയർ? കോറിയോണിക് ഫ്രോണ്ടോസും ഡെസിഡുവ ബാസാലിസ് ചേർന്ന് പ്ലാസന്റ ഉണ്ടാകും. പ്ലാസന്റ ഉണ്ടാകുന്നത് ക്ലിയർ ആയോ? പ്ലാസന്റ ഉണ്ടാകുന്നത് വരെ ക്ലിയർ ആയോ? ഉണ്ടായിക്കഴിഞ്ഞു. ഉണ്ട്, പ്ലാസന്റ ആയി അല്ലേ? നമ്മൾ അവിടെ തുടങ്ങി. ഇവിടെ 8 മണി ഇവിടെ തുടങ്ങി. ക്ലാസ് എവിടെയാ? സ്റ്റാർട്ടിങ് തുടങ്ങുന്ന പ്ലാസന്റ വരെയായി. പ്ലാസന്റ ആയി. കുഞ്ഞിന്റെ പ്ലാസന്റ വലുതായി. തുടങ്ങി വിടുന്ന 8 മണിക്ക്. 8 മണിക്ക് അവിടെ തുടങ്ങി. ഇവിടെ ആർക്ക് പറയാം? ബ്ലാസ്റ്റോസിൽ മോറില്ല 6ാമത്തെ ദിവസം അല്ലേ? മോറിൽ തുടങ്ങി. ഇത് മോറിലോട്ട് പ്ലാസന്റ ക്ലിയർ ആയി. മോറിൽ തൊട്ട് പ്ലാസന്റ വഴി ഡെവലപ്മെന്റ് ക്ലിയർ ആയി. അവിടെ അപ്പോൾ ദ ഡിസ്കോഡ് ഷേപ്പും ഓവൽ ഷേപ്പും സ്ട്രക്ചർ. അപ്പോൾ ദ ഡിസ്കോഡ് ഷേപ്പ് ചോദ്യമാണ് ഇതൊക്കെ. ദ ഡിസ്കോഡ് ഷേപ്പും ഓവൽ ഷേപ്പ് സ്ട്രക്ചർ. ദ ഡിസ്കോഡ് ഷേപ്പും ഓവൽ ഷേപ്പ് സ്ട്രക്ചർ പ്ലാസന്റ. ഫീറ്റസിന് ദ നറിഷ്മെന്റും ഓക്സിജൻ കൊടുക്കുന്നവരാ? ഫീറ്റസിന് നറിഷ്മെന്റും ഓക്സിജൻ കൊടുക്കുന്ന ഓക്സിജൻ ആരാ? പ്ലാസന്റ അല്ലേ? ഏത് ചേർന്ന് വരുന്നത്? കോറിയോണിക് ഫ്രോണ്ടോസും ദ ഡെസിഡുവ ബാസാലിസും രണ്ടും കൂടി ചേർന്നപ്പോഴും പ്ലാസന്റ ഉള്ളിലെ ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. കോറിയോണിക് ഫ്രോണ്ടോസും ദ ഡെസിഡുവ ബാസാലിസ് ചേർന്നപ്പോഴും ഈ പറഞ്ഞ പ്ലാസന്റ ഉണ്ടാവും. അനദർ ഇമ്പോർട്ടന്റ് ചോദ്യം. ഷേപ്പ് ചോദിക്കുക. എന്താ പറഞ്ഞത്? ഓവൽ ഡിസ്കോഡ് അല്ലേ? ഓവൽ സർക്കിൾ ഡിസ്കോഡ് അല്ലേ? അല്ലേ? അതിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. അതിന് മുമ്പ് എക്സാമിന്
കഴിഞ്ഞ ഇത് MSc എൻട്രൻസ് എക്സാം, ഈ കഴിഞ്ഞ MSc എൻട്രൻസ് നേഴ്സിംഗ് എക്സാം അല്ലേ, ഈ കഴിഞ്ഞ MSc നേഴ്സിംഗ് എൻട്രൻസ് എക്സാം എൻട്രൻസ് അല്ലേ ഉണ്ട്. പ്ലാസന്റ അത് എത്രാമത്തെ വീക്കിലാണ് അത് ഡെവലപ്പ് ആവുന്നത്? കഴിഞ്ഞ MSc നേഴ്സിംഗ് എൻട്രൻസ് എക്സാം ഇല്ലേ, അവരുടെ ചോദ്യം ഉണ്ടായിരുന്നു പ്ലാസന്റ എപ്പോൾ ഡെവലപ്പ്, എത്രാമത്തെ ആഴ്ച? 6ാമത്തെ വീക്കിലാണ്. 6ാമത്തെ വീക്ക്. കഴിഞ്ഞ എൻട്രൻസ് MSc നഴ്സിംഗ് ഇല്ലേ, MSc നഴ്സിംഗിൽ എൻട്രൻസ് എക്സാം ചോദ്യം ഉണ്ടായിരുന്നു പ്ലാസന്റ അത് എപ്പോൾ ഡെവലപ്പ് ആവും, എത്രാമത്തെ വീക്ക്? 6ാമത്തെ വീക്ക് ഡെവലപ്പ് ആവും. പ്ലാസന്റ 6ാമത്തെ വീക്ക് ആവുമ്പോൾ 6 വീക്ക് ആകുമ്പോൾ പ്ലാസന്റ ഡെവലപ്പ് ആവും. എപ്പോ കംപ്ലീറ്റ് ചെയ്യും? ആ ഡെവലപ്മെന്റ് എപ്പോ കംപ്ലീറ്റ് ചെയ്യും? 12ാമത്തെ വീക്ക്. ഇമ്പോർട്ടന്റ് ആണ്. 6ാമത്തെ വീക്കിൽ ഡെവലപ്പ് ആവുകയും 12ാമത്തെ വീക്ക് കംപ്ലീറ്റ് ചെയ്യും. മറക്കരുത്, പ്ലാസന്റ 6th വീക്കിൽ ഡെവലപ്പ് ആവുകയും 12ാമത്തെ വീക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പ്ലാസന്റയുടെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് എത്രാമത്തെ വീക്കിലാണ്? ഫസ്റ്റ് ചോദ്യം. പ്ലാസന്റയുടെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് എത്രാമത്തെ വീക്കിലാണ്? 12ാമത്തെ വീക്കിലാണ്. പ്ലാസന്റയുടെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ? ഫസ്റ്റ് ചോദ്യം 6ാമത്തെ വീക്കല്ലേ, 6ാമത്തെ വീക്കല്ലേ. നെക്സ്റ്റ് ചോദ്യം, പ്ലാസന്റ അത് ഡെവലപ്പ് ചെയ്തത് ലെയർ എന്ന കോർവൽ ഫ്രോണ്ടോസം അല്ലെങ്കിൽ അനദർ? രണ്ടുണ്ട്. കോർവൽ ഫ്രോണ്ടോസും ഡെസിഡോ ബാസാലിസും രണ്ടും കൂടെ ചേർന്നല്ലേ പ്ലാസന്റ എപ്പോഴും ഉണ്ടാകുന്നത്. കോറിയോണിക് ഫ്രോണ്ടോസും ഡെസിഡോ ബാസാലിസും ചേർന്നാണ്. 2 ചോദ്യം പറഞ്ഞു. 6ാമത്തെ വീക്കിൽ ഡെവലപ്പ് ആവുകയും 12ാമത്തെ വീക്കിൽ കംപ്ലീറ്റ് ചെയ്യുകയും എന്ന് പറഞ്ഞു. ക്ലിയർ? പിന്നെ ചോദ്യമുണ്ട്, പ്ലാസന്റ പറഞ്ഞുതരാ. പ്ലാസന്റ എവിടുന്ന വിടുന്നത്? നേരത്തെ പറഞ്ഞ ട്രോഫോബ്ലാസ്റ്റ് ആണ്. പ്ലാസന്റ എവിടുന്ന നേരത്തെ പഠിച്ച ട്രോഫോബ്ലാസ്റ്റ് ആണ്. നേരത്തെ തൊട്ട് മുൻപേ കണക്ട് ചെയ്ത് പഠിച്ച ട്രോഫോബ്ലാസ്റ്റ് ആണ്. യെസ് അല്ലേ? നേരത്തെ തൊട്ട് മുമ്പേ കണക്ട് ചെയ്ത് പഠിച്ച ട്രോഫോബ്ലാസ്റ്റ് അല്ലേ? ചോദിക്കട്ടെ, നേരത്തെ പഠിച്ച ട്രോഫോബ്ലാസ്റ്റിന്റെ ഔട്ടർ മോസ്റ്റ് ഏതാ? നേരത്തെ പഠിച്ച ട്രോഫോബ്ലാസ്റ്റിന്റെ ഔട്ടർ മോസ്റ്റ് ഏതാ? സിൻഷ്യോ ട്രോഫോബ്ലാസ്റ്റ് ആണോ? ആണ്. അപ്പൊ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. ട്രോഫോബ്ലാസ്റ്റിൽ നിന്നും ഉണ്ടായി വരുന്നല്ലേ, ആ പ്ലാസന്റെ ഉണ്ടായി വരുന്നത് ട്രോഫോബ്ലാസ്റ്റ് ആണ്. 6 ആഴ്ചയാകുമ്പോ ഇവിടുന്ന് 6 ആഴ്ചയാകുമ്പോൾ കോറിയോണിക് ഫ്രോണ്ടോസവും ഡെസിഡോ ബാസാലിസും കൂടി ചേർന്ന് പ്ലാസന്റ ആകില്ലേ. 6 ആഴ്ചയാകുമ്പോൾ കോറിയോണിക് ഫ്രോണ്ടോസവും ഡെസിഡോ ബാസാലിസും ചേർന്ന് പ്ലാസന്റ ആയി മാറുകയും 12 വീക്ക് എത്തും പ്ലാസന്റയുടെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആകുകയും ചെയ്യും. ഷേപ്പ് എന്താ? ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ സർക്കുലർ ഡിസ്കോഡല്ലേ. ഷേപ്പ് എപ്പോഴും എക്സാം ചോദ്യമാണ്. സർക്കുലർ അല്ലെങ്കിൽ ഡിസ്കോ അല്ലെങ്കിൽ ഓവല്ലേ. ചോദ്യം ശ്രദ്ധിക്കണം. പ്ലാസന്റ ഉണ്ടായി വരുന്നത് ഏതാ? ട്രോഫോബ്ലാസ്റ്റ് അല്ലേ. പ്ലാസന്റ ഡെവലപ്പായി വരുന്ന ലെയർ ഏതാ? ട്രോഫോബ്ലാസ്റ്റ് അല്ലേ. ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് അത് ഡെവലപ്പ് വരികയും 6 ആഴ്ചയാവുന്നതും കോറിയോണിക് ഫ്രോണ്ടോസും ഡെസിഡോ ബാസാലിസും കൂടി ചേർന്ന് ഈ പറഞ്ഞ പ്ലാസന്റ ആയി മാറുകയും 12ാമത്തെ വീക്ക് എത്തുമ്പോൾ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ഷേപ്പ് എന്താ? ഓവൽ അല്ലെങ്കിൽ സർക്കുലർ ഡിസ്കോഡ് അല്ലേ? ഓവൽ ഓർ സർക്കുലർ ഡിസ്കോഡ് അല്ലേ? അതും ചോദ്യമാണ്. ഓവൽ അല്ലെങ്കിൽ സർക്കുലർ ഡിസ്കോഡ് അല്ലേ? ക്ലിയർ? ഇനി എത്രയാ ഡയമീറ്റർ? എത്രയാ ഡയമീറ്റർ പ്ലാസന്റ? എത്രയാ മുമ്പായിട്ട് കാണുന്നുണ്ടോ? എല്ലാം പഠിക്കുന്നത് ഒരു കറക്റ്റ് ഓർഡറാണ്. പഠിക്കുന്ന എല്ലാം ഒരു ഓർഡറിലാണ്. എന്ത് മനസ്സിലായി? ഇന്ന് 8 മണിക്ക് പഠിച്ചതും ശേഷം പഠിക്കുന്നതും ഇന്നലെ പഠിച്ചതും കഴിഞ്ഞ ദിവസം പഠിച്ചതും എല്ലാം ഒരു ഓർഡറിലല്ലേ? ആണോ? ഓർഡറിലല്ലേ? ആണല്ലേ? അല്ലാതെ ആദ്യം സ്ട്രക്ചർ ലേബർ പഠിക്കും.
നേരെ ലേബറിൽ പോയി പഠിക്കാൻ പറ്റും. പ്ലാസന്റെയും ലേയേഴ്സും സ്ട്രക്ചറും പറയാതെ നേരെ ലേബറിൽ പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റില്ലല്ലോ. പഠിക്കുന്നു. എന്റെ കയ്യിൽ എല്ലാ റെക്കോർഡിങ്സും ഉണ്ട്. ഞാൻ തരാതെ കാര്യം മനസ്സിലാവും. എന്റെ കയ്യിൽ എല്ലാ സിസ്റ്റം റെക്കോർഡിങ്സും ഉണ്ട്. ഞാൻ തരാത്ത കാര്യം മനസ്സിലാവും. എന്താ കാര്യം ആർക്കെങ്കിലും വേണമെങ്കിൽ നെർവ് സിസ്റ്റം ഞാൻ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാതെ അടുത്ത ആഴ്ച കഴിഞ്ഞ് പഠിക്കേണ്ട നെർവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യും. അത് ഒരു പടി ഒരുപാടുണ്ട് പഠിക്കാനല്ലേ, ഒരുപാടുണ്ട് പഠിക്കാൻ. ആണോ? അടുത്ത ആഴ്ച പഠിക്കാനുള്ള നെർവ് സിസ്റ്റം ഫുള്ളായിട്ട് റെക്കോർഡിങ് അന്നോട്ടും വേണോ പറയൂ. തരാം, എല്ലാം തരാം. ആവശ്യം ഉള്ളവർക്ക് മാത്രം. ഞാൻ നടക്കുമ്പോൾ ഓർഡർ ആയിട്ട് നെർവ് സിസ്റ്റമാണ് നടക്കില്ല ഫുള്ളും. മെസ്സേജ് ഇന്നല്ല, ഇന്ന് അയക്കണം, നാളെ അയക്കട്ടെ. ഇന്ന് ഉറങ്ങണം, കത്ത് കൊടുക്കണം. ഷേപ്പ് എന്താ? ഷേപ്പ് പ്രശ്നം എന്താ? DME നോട്ട്സ്, DMEയുടെ നോട്ട്സും DMEയുടെ ക്ലാസ് ഫസ്റ്റ് ബാച്ചിന്റെ റെക്കോർഡിങ്സ്, DMEയുടെ ഫസ്റ്റ് ബാച്ചിന്റെ റെക്കോർഡിങ്സ് നോട്ട്സ്. ഷേപ്പ് എന്താ? ഓവൽ അല്ലെങ്കിൽ സർക്കിൾ അല്ലേ? ഓവൽ സർക്കിൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും ക്ലാസ് എന്നറിയാം നിങ്ങൾക്ക്, ഏറ്റവും ക്ലാസ് അറിയാമോ? ഏറ്റവും മോസ്റ്റ് ക്ലാസ് നിങ്ങൾക്കല്ലേ? അല്ല, മിക്കവാറും എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക്, മിക്കവാറും രാത്രി ക്ലാസ് ഇല്ലേ നിങ്ങൾക്ക്? മിക്കവാറും രാത്രി ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും ക്ലാസ് നിൽക്കാം. ഏറ്റവും ക്ലാസ് എപ്പോൾ നിങ്ങൾക്ക്? രാത്രി ലാസ്റ്റ് ബസ് എപ്പോഴും ക്ലാസ് കൂടുതൽ. ഞാൻ ക്ലാസ് പോകുന്നു. അടുത്തതൊക്കെ കഴിഞ്ഞ് അവരെല്ലാം പഠിച്ചു കഴിഞ്ഞ് എന്താണ് ഇപ്പൊ ഇന്ന് മുട്ട വരയ്ക്കുകയാണ്. ഇരുന്ന് വായിച്ച് മുട്ട വരച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? സമയമില്ല, ജോലി തിരക്ക്, അഹങ്കാരം. അറിയോ? ജോലി പഠിപ്പിക്കാൻ പോണം, പഠിക്കില്ല. മിക്കവാറും ആ ബാച്ചിനകത്തുള്ള ആൾക്കാർ ട്യൂട്ടേഴ്സ് ഇല്ലേ? കേരളത്തിനകത്ത് പല കോളേജിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ കേട്ടോ. എന്റെ ഒരു ബാച്ച് ഫുള്ളും എന്താ പഠിപ്പിക്കുന്ന ആൾക്കാരില്ലേ? അതാ ഒരു ബാച്ച് ഫുള്ളതാണ്. അവരാണ് ഇത് വെച്ച് പഠിപ്പിക്കും കേട്ടോ. ഇത് വെച്ച് പഠിപ്പിക്കും. ഇത് വെച്ച് പഠിപ്പിക്കാൻ കണ്ടിട്ടുണ്ടോ? ഇത് വെച്ചില്ലേ? വല്ല ബുക്കും നോക്കിക്കൂടെ? ഇത് വെച്ച് പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. പഠിക്കണേ, എക്സാം പഠിക്കട്ടോ, സർക്കാർ ജോലി കേട്ടോ. സോ പ്ലാസർ ഷേപ്പ് എന്താ? ഓവൽ അല്ലെങ്കിൽ സർക്കുലർ, ഡിസ്കോഡില് ഓവൽ അല്ലെങ്കിൽ ലക്കി സ്റ്റുഡൻസ്. അവർ ലക്കി ആവണം എപ്പോഴും സർക്കാർ കിടന്നിട്ടോ. ഇന്ന് കണ്ടല്ലോ ആ കൊച്ചുണ്ടല്ലോ, ആ കൊച്ചു കഷ്ടപ്പെട്ട് DHS DME ഫസ്റ്റ് DHS കിട്ടില്ല കേട്ടോ. ആ കുട്ടിക്കില്ലേ? ഇത് കണ്ടില്ലേ? അതിന്റെ വോയിസ് മെസ്സേജ് ഇട്ടില്ലേ? ആ ഒരു വോയിസ് മെസ്സേജ് ഇട്ടില്ലേ? DMEക്ക് ഇല്ലേ? കിട്ടിയില്ല. പക്ഷെ അതിന്റെ അവസരം പറഞ്ഞ് പറയാം, സാർ കിട്ടിയേ പറ്റുള്ളൂ, DME കിട്ടിയേ പറ്റൂ പറഞ്ഞ് പഠിച്ച് ഫസ്റ്റ് റാങ്കിൽ വന്നു. കണ്ടില്ലേ? ഒരു കളവില്ലാത്ത സാർ കിട്ടിയില്ല. ഫസ്റ്റ് DME DHS കിട്ടിയില്ല. പക്ഷെ DMEക്ക് പറയുമ്പോൾ പഠിച്ചു. ഞാൻ എഴുതിയ നോട്ടും ഇതും പഠിച്ചു. കണ്ടായിരുന്നോ? എക്സ്പ്രഷനിൽ വാക്കണ്ടോ? എഴുതിയ നോട്ടും റെക്കോർഡിങ്സും കണ്ടു. അതുകൊണ്ടാണ് ഇന്ന് ഗ്രൂപ്പിൽ അത് കുറെ എഴുതിയ നോട്ട്സ് കണ്ടായിരുന്നോ? അത് വായിക്കേട്ടോ. പ്ലാസന്റെ ഓവൽ ഷേപ്പിലെ സർക്കുലർ ഡിസ്കോ ഷേപ്പ് ആണ്. അതും എക്സാമിൽ ചോദിക്കും. മാത്രമല്ല ചോദ്യം വീണ്ടും വരും. പ്ലാസന്റയുടെ ഡയമീറ്റർ എത്രയാ? ഡയമീറ്റർ ചോദിക്കും. 15 to 20 സെന്റിമീറ്റർ അല്ലേ? അതും ചോദ്യമാണ്, വരാനുള്ള ചോദ്യമുണ്ട്. പ്ലാസന്റയുടെ ഡയമീറ്റർ ചോദിക്കും. ഷേപ്പ് മാത്രമല്ല, ഷേപ്പ് അടിച്ച് ഓവൽ ഡിസ്കോഡാണോ, ഓവൽ അല്ലെങ്കിൽ സർക്കുലർ ഡിസ്കോഡ് അല്ലേ? അതും ചോദ്യം. അതുപോലെ തന്നെ ഡയമീറ്ററും ചോദിക്കും. 15 തൊട്ട് 20 സെന്റിമീറ്റർ. 15 തൊട്ട് 20 സെന്റിമീറ്റർ ഡയമീറ്റർ എന്ന് പറയുന്നത്. പ്ലാസന്റയുടെ ഡയമീറ്റർ എത്രയാ? അതും ചോദ്യമാണ്. 15 മുതൽ 20 സെന്റിമീറ്റർ. ഏകദേശം എത്രയാണ്? 20 സെന്റിമീറ്റർ അല്ലെ? 20 സെന്റിമീറ്റർ, 15 to 20.
thickness 3 സെന്റിമീറ്റർ അല്ലേ? 3 സെന്റിമീറ്റർ അല്ലേ? അല്ലെ? അതുപോലെ ചോദ്യമുണ്ട്. ദ ഡയമീറ്ററും ദ തിക്നെസ്സും പറഞ്ഞു. അവിടെയും ഒരു ചോദ്യം കണ്ടു കാണും. വെയിറ്റ് ഓഫ് പ്ലാസന്റ് എത്രയാണ്? കണ്ടോ? വെയിറ്റ് ഓഫ് പ്ലാസന്റ് എത്രയാണ്? 500 ഗ്രാം അല്ലേ? ഇതും ചോദ്യമല്ലേ? വെയിറ്റ് ഓഫ് പ്ലാസന്റ് ചോദ്യമാണ്. 500 ഗ്രാമാണ് പ്ലാസന്റയുടെ വെയിറ്റ്. ചോദിക്കും 500 ഗ്രാം പ്ലാസന്റ് വെയിറ്റ്. അപ്പൊ നോക്കുമ്പോൾ ഫീറ്റൽ റേഷ്യോ നോക്കുമ്പോൾ പ്ലാസ് എത്ര വെയിറ്റ് റേഷ്യോ എത്ര ആയിരിക്കും? The 1:6 ratio ആണോ? The placenta fetal weight ratio 1:6 ratio. ചോദ്യം ഉണ്ടായിരുന്നത് പ്ലാസന്റയുടെ 6 ഇരട്ടിയാണോ ഫീറ്റസ് ഉണ്ടാവുന്നത്? പ്ലാസന്റയുടെ 6 കേരള PSC പ്രീ ചോദ്യം ഇത്. പ്ലാസന്റയുടെ 6 ഇരട്ടിയാണോ ഫീറ്റസ് ഉള്ളത്? പ്ലാസന്റയുടെ 6 ഇരട്ടിയാണോ ഫീറ്റസ് ഉള്ളത്? പ്ലാസന്റയുടെ 6 ഇരട്ടിയാണോ ഫീറ്റസ് ഉള്ളത്? കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. 1:6 എന്ന് പറയുമ്പോൾ 1:6 റേഷ്യോ എന്ന് പറയുമ്പോൾ പ്ലാസന്റയുടെ 6 ഇരട്ടിയാണോ ഫീറ്റസ് ഉള്ളത്? യെസ്. ഇത് ചോദ്യമല്ലേ? ആണ് ചോദ്യമാണ്. ക്ലിയർ? നമുക്കറിയാം പ്ലാസന്റ് അതെവിടെ ഡെവലപ്പ് ആവുന്നത്? പ്ലാസന്റ് എവിടെ വെച്ച് ഇത് ഡെവലപ്പ് ആവുന്നത്? യൂട്രസിനകത്താണോ? നേരത്തെ പറഞ്ഞു യൂട്രസ് ആണോ? യൂട്രസ് അല്ലേ? യൂട്രൈൻ ക്യാവിറ്റി അല്ലേ? അല്ലേ? യൂട്രൈൻ ക്യാവിറ്റിയുടെ എത്ര ശതമാനം അത് ഒക്കപ്പ് ചെയ്യും? യൂട്രൈൻ ക്യാവിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത പ്ലാസന്റ് എത്ര ശതമാനം യൂട്രസിൽ ഒക്കപ്പ് ചെയ്യും? 30%. 30%. പ്ലാസന്റ് എപ്പോഴും ഈ പറയുന്ന യൂട്രൈൻ വാൾ 30% അറ്റാച്ച് ചെയ്യുമ്പോൾ ഒക്കപ്പ് ചെയ്യാറില്ലേ? യൂട്രൈൻ വാളിന്റെ ഏകദേശം 30% പ്ലാസന്റ് ഒക്കുപ്പൈ ചെയ്യും. നമ്മൾ പറഞ്ഞു വന്നത് പ്ലാസന്റെയാണ് ഷേപ്പ് എന്താ? ഡിസ്കോ ഷേപ്പ് ആണ്, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആണോ? ഓവൽ അല്ലെങ്കിൽ ഡിസ്കോ ഷേപ്പ് ആണ്. ഫീറ്റസിന് നറിഷ്മെന്റും ഓക്സിജനും കൊടുക്കുന്നത് എപ്പോഴും പ്ലാസന്റെയാണ്. അത് ഡെവലപ്പ് ചെയ്ത് എവിടെന്ന? കോറിയോണിക് ഫ്രോണ്ടോസവും ഡെസിഡോ ബാസാലിസിൽ നിന്നുമാണ്. ക്വസ്റ്റ്യൻ വരും, പ്ലാസന്റ് ഡെവലപ്പ് ചെയ്ത് എവിടെന്ന? ട്രോഫോബ്ലാസ്റ്റിൽ ആണോ എംബ്രിയോബ്ലാസ്റ്റ് ആണോ? എവിടെ? ചോദ്യം വരും. അത് ചോദ്യം കേട്ടോ, അതൊരു ചോദ്യം. പ്ലാസന്റ് ഡെവലപ്പ് ആവുന്നത് ട്രോഫോബ്ലാസ്റ്റാണോ എംബ്രിയോബ്ലാസ്റ്റ് ആണോ? അതൊരു ചോദ്യം. ഇപ്പൊ ഓർമ്മ, അതൊരു ചോദ്യമാണ്. പ്ലാസന്റ് ഡെവലപ്പ് ആവുന്നത് ട്രോഫോബ്ലാസ്റ്റ് ആണോ എംബ്രിയോബ്ലാസ്റ്റ് ആണോ? ബാക്കി ഓപ്ഷൻ ഓർമ്മയില്ല. 2 ഓപ്ഷൻ ഓർമ്മയുണ്ട്. പ്ലാസന്റ് ഡെവലപ്പ് ആവുന്നത് ട്രോഫോബ്ലാസ്റ്റ് ആണോ എംബ്രിയോബ്ലാസ്റ്റ് ആണോ? ഏതാ? 2 ഓപ്ഷൻ ഓർമ്മയുണ്ട്. എവിടെയോ കേട്ടതും കണ്ടതുമായിട്ടുള്ള എവിടെയാണ്? പ്ലാസന്റ് ഡെവലപ്പ് ആവുന്നത് ട്രോഫോബ്ലാസ്റ്റ് ആണോ എംബ്രിയോബ്ലാസ്റ്റ് ആണോ? ഔട്ടർ ലെയർ ട്രോഫോബ്ലാസ്റ്റ് ആണോ? യെസ് ഓർ നോ? ഓപ്ഷൻ വരാം, ക്വസ്റ്റ്യൻ വരാം. പ്ലാസന്റ് ഡെവലപ്പ് ആവുന്ന എംബ്രിയോ ബ്ലാസ്റ്റ് ആണോ ട്രോഫോബ്ലാസ്റ്റ് ആണോ? ഓപ്ഷൻ വരാം. ട്രോഫോബ്ലാസ്റ്റ് അല്ലേ? യെസ്, ട്രോഫോബ്ലാസ്റ്റിൽ നിന്നും മറക്കരുത്. ട്രോഫോബ്ലാസ്റ്റിൽ നിന്നുമാണ് അല്ലേ? ട്രോഫോബ്ലാസ്റ്റ് അല്ലേ? ആണ് അല്ലേ? ഈ വീണ്ടും ചോദിക്കാം, ആ ട്രോഫോബ്ലാസ്റ്റിന്റെ ഇന്നർ ലെയറും ഔട്ടർ ലെയറും ഇല്ലേ? അതേ ട്രോഫോബ്ലാസ്റ്റിന് ഇന്നർ ലെയർ ഔട്ടർ ലെയറും ഇല്ലേ? ആ ട്രോഫോബ്ലാസ്റ്റിന് ഇന്നർ മോസ്റ്റ് ലെയറും ഔട്ടർ മോസ്റ്റ് ലെയറും ഇല്ലേ? എങ്കിൽ വീണ്ടും ചോദിക്കാം, ഔട്ടർ മോസ്റ്റ് ലെയറിന് പറയുന്ന പേരെന്താ?
പോറിയോണി ഫ്രോണ്ടോക്സ് ആണോ? ആണോ? അത് സിൻഷ്യൂ ട്രോബ്ലാസ്റ്റ് ആണോ? ഔട്ടർ ലെയർ ഏതാ? സിൻഷ്യൂ ട്രോബ്ലാസ്റ്റ് അല്ലേ? യെസ്, ക്ലിയർ. ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവരും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം, സർഫസ് ഓഫ് പ്ലാസന്റ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, ഓരോന്ന് പഠിപ്പിക്കുകയാണ്. ചാപ്റ്റർ ആണ് പ്ലാസ് ആൻഡ് സർഫസ്. സ്റ്റാർട്ട് ചെയ്യാൻ കൂടെ. അത് ബ്രേക്ക് വേണോ? ബ്രേക്ക് വേണോ? ബ്രേക്ക് വേണോ? വേണ്ടല്ലോ, വേണ്ടല്ലോ. കേട്ടിട്ടുള്ളൂ പ്ലാസ് ആൻഡ് സർഫസ്. നെക്സ്റ്റ് കേട്ടിട്ടുണ്ടോ? പ്ലാസ് ആൻഡ് സർഫസ്. പ്ലാസിന്റെ വെയിറ്റ് പറഞ്ഞു, സ്ട്രക്ചർ പറഞ്ഞു, ലെയർ പറഞ്ഞു, ഇത്ര വെയിറ്റ് പറഞ്ഞു, റേഷ്യോ പറഞ്ഞു, ഓർമ്മയുണ്ട്. നെക്സ്റ്റ് ഈസ് പ്ലാസ് സർഫസ്. എത്ര സർഫസ് പ്ലാസിന്റേക്ക്? പ്ലാസിന്റേക്ക് ഒരു പടം കാണുന്നുണ്ടോ? ഒരു പടം കാണുന്നുണ്ടോ? എത്ര സർഫസ് ഉണ്ട്? പ്ലാസിന്റേക്ക് പ്രധാനമായിട്ടും എന്താ പിക്ചർ കാണും പോലെ എത്ര സ്ട്രക്ചർ ഉണ്ട്? എത്രയുണ്ട് സർഫസ്? എത്രയുണ്ട്? രണ്ടുണ്ടോ? രണ്ടുണ്ടോ? ഏതൊക്കെയാ? ഫീറ്റൽ സർഫസും ഉണ്ട്, മെറ്റീരിയൽ സർഫസും ഉണ്ട്. പ്ലാസന്റയ്ക്ക് എപ്പോൾ ഫീറ്റൽ സർഫസും ഉണ്ട്, മെറ്റീരിയൽ സർഫസും ഇല്ലേ? പ്ലാസന്റയ്ക്ക് രണ്ട് സർഫസ് ഉണ്ട്. എപ്പോഴും മറക്കരുത്, പ്ലാസന്റയ്ക്ക് എപ്പോഴും രണ്ട് സർഫസ് ഉണ്ട്, ഫീറ്റൽ സർഫസും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ സർഫസും ഉണ്ട്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് മെറ്റീരിയൽ സർഫസിനെ പഠിക്കാം. ഫസ്റ്റ് ആയിട്ട് ദ മെറ്റീരിയൽ കുറിച്ചുണ്ടല്ലോ, മെറ്റീരിയൽ സർഫസ് പഠിക്കാം. എങ്ങനെയാണ്? മെറ്റീരിയൽ സർഫസ് വേറെ ഉണ്ടോ? മെറ്റീരിയൽ സർഫസിന് വേറെ പേരുണ്ടോ? അല്ലെ എന്നെങ്കിലും ദിവസമല്ലേ ഇത് ഫ്രീ ടൈമിലെ ഇത് ന്യൂട്രീഷൻ ഇത് പഠിക്കണം കേട്ടോ. ഇത് ന്യൂട്രീഷൻ സബ്ജക്ട് വിട്ടിട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ന്യൂട്രീഷനിലെ ഇത് പഠിക്കണം. സബ്ജക്ട് ബാക്കിയെല്ലാം വിട്ടിട്ടെ അതിന് പഠിക്കാതെ പോകുന്ന ഒരു സംഭവം ന്യൂട്രീഷൻ. ആരും പഠിക്കാതെ പോകുന്ന സംഭവം ന്യൂട്രീഷൻ. അതൊരു ദിവസം പഠിക്കാം. ന്യൂട്രീഷൻ സോഷ്യോളജിക്ക് ഇല്ലേ? അല്ല, സോഷ്യോളജി പിന്നെ പഠിക്കാം. ഇങ്ങോട്ട് ഫസ്റ്റ് ന്യൂട്രീഷൻ, സോഷ്യോളജി പിന്നെ പഠിക്കാം, ന്യൂട്രീഷൻ അത് പഠിക്കാം. കാരണം അതിനകത്ത് ബാക്കിയുള്ള സിസ്റ്റം കവർ ചെയ്ത് വരുന്ന കുറെ പോയിന്റ്സ് ഉണ്ട്. ബാക്കിയുള്ള സിസ്റ്റംസ് കവർ ചെയ്ത് വരുന്ന കുറെ പോയിന്റ്സ് അതിനകത്തുണ്ട്. കാരണം ന്യൂട്രീഷൻ പഠിക്കില്ല അവസ്ഥ നിമിഷം. വളരെ ന്യൂട്രീഷൻ എന്ന പേരുകൾ തന്നെ എനിക്ക് അറിയായിരിക്കും. പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മെറ്റബോളിസം, അതൊക്കെ ആയിരിക്കും. അത് ഒരു ദിവസം പഠിക്കും. ഒരു ദിവസം എന്തെങ്കിലും ദിവസം പഠിക്കും കേട്ടോ. അടുത്ത ഒരു ദിവസം മാത്രം, ഫുൾ ദിവസം. ഓക്കെ, ന്യൂട്രീഷൻ പഠിക്കാം. ന്യൂട്രീഷൻ ബാക്കിയുള്ള കാർഡിയോ വാസ്കുലർ പഠിക്കുമ്പോൾ തന്നെ ന്യൂട്രീഷൻ, കാരണം പഠിക്കില്ല, ശരിയല്ലേ? ന്യൂട്രീഷൻ പഠിക്കില്ല ആര്? അധികം പഠിക്കില്ലല്ലോ, ശരിയല്ലേ? അധികം ശ്രദ്ധ കൊടുക്കാതെ ഭാവമല്ലേ? പക്ഷെ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സിസ്റ്റമായിട്ട് കവർ ചെയ്ത് വരുന്ന കുറെ പോയിന്റ്സ് ഇല്ലേ? ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ബാക്കിയുള്ള സിസ്റ്റംസുമായിട്ട് കവർ ചെയ്ത് വരുന്ന ഒരുപാട് കാര്യം ന്യൂട്രീഷൻ പഠിക്കാനുണ്ട്. അത് ഒരു ദിവസം അങ്ങ് ഇരിക്കണം കേട്ടോ. ഒരു ദിവസം ഇല്ലേ ഇരിക്കണം. ഓക്കെ, ഇതുവരെ ഞാൻ ഒരു ബാച്ചിനും തുടങ്ങിയില്ല. അത് ഉടനെ തന്നെ തുടങ്ങാം. ആദ്യം നിങ്ങൾക്കായിരിക്കും കേട്ടോ. ആദ്യം നിങ്ങൾക്കായിരിക്കും. കാരണം ഇന്നാ പറഞ്ഞത്, ഇപ്പോഴാ പറഞ്ഞത്. ഓക്കെ, സോ ദ മെറ്റീരിയൽ സർഫസിനെ പറയുന്ന മറ്റൊരു പേരെന്താ? പ്ലാസന്റയുടെ മെറ്റീരിയൽ സർഫസിനെ പറയുന്ന മറ്റൊരു എന്താ? ബേസൽ പ്ലേറ്റ്. മറ്റേ പ്ലേറ്റ് അല്ല, ഫുഡ് പ്ലേറ്റ് അല്ല, ബേസൽ പ്ലേറ്റ്. പ്ലാസന്റയുടെ മെറ്റീരിയൽ സർഫസിനെ പറയുന്ന മറ്റൊരു പേരെന്താ? ബേസൽ പ്ലേറ്റ്. ഒരു കർവ് കാണുന്നുണ്ടോ ആ ഒരു പടത്തിൽ? കർവ് കാണുന്നുണ്ടോ? മെറ്റീരിയൽ പ്ലേറ്റ് പോലെ കാണുന്നുണ്ടോ? മെറ്റീരിയൽ പ്ലേറ്റ് എന്ത് കളറാണ്? അവിടെ ചോദ്യമുണ്ട്. എന്റെ കളർ എന്താ? കളർ എന്താണ്? ദ ടെക്സ്ചർ എന്താണ്? ആ ചോദ്യം. മെറ്റീരിയൽ സർഫസ് ചോദ്യം പറഞ്ഞത് എല്ലാം പറഞ്ഞു തരാം. മെറ്റീരിയൽ സർഫസിന്റെ കളർ എന്താണ്? ടെക്സ്ചർ എന്താണ്? ചോദ്യം അറിയാമോ? പ്ലാസന്റയുടെ മെറ്റീരിയൽ സർഫസിന്റെ കളർ എന്താണ്? ചോദ്യം വരും. റഫ് ആണോ സ്മൂത്ത് ആണോ? ബ്രൈറ്റ് റെഡ് കളർ. ശരിയാണ്, ഡാർക്ക് റെഡ്. നോക്കാം, പറഞ്ഞു നോക്കട്ടെ. സർഫസ് എങ്ങനെ? സ്പോഞ്ചി ആണോ? ഫസ്റ്റ് കാര്യം സ്പോഞ്ചി സർഫസ് ആണോ? ഫസ്റ്റ് കാര്യം സ്പോഞ്ചി സർഫസ് ആണോ?
ഫസ്റ്റ് കാര്യം സ്പോഞ്ചി സർഫസ് ആണോ? ആണോ? ഫസ്റ്റ് കാര്യം റഫായിട്ടുള്ള സ്പോഞ്ചി സർഫസ് ആണോ? റഫായിട്ടുള്ള സ്പോഞ്ചി സർഫസ് ആണ് വിത്ത് എന്ത് കളറാ? കാണുമ്പോൾ തന്നെ എന്ത് കളർ മനസ്സിലാവും? നേരത്തെ പിക്ചറിന്റെ എന്താണ്? ദ ഡാർക്ക് റെഡ് കളർ ആണോ? ദ ഡാർക്ക് റെഡ് കളർ ആണോ? നേരത്തെ കണ്ട പിക്ചറിനകത്ത് ദ ഡാർക്ക് റെഡ് കളർ ആണോ? സ്പോഞ്ചി സർഫസ് ആണ്. ദ മെറ്റീരിയൽ സർഫസ് എപ്പോഴും സ്പോഞ്ചി സർഫസ് ആണ്. ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളറിലെ സ്പോഞ്ചി സർഫസ് ആണ്. അല്ലേ? ഒരു കാര്യം, മെറ്റീരിയൽ സർഫസ് പറയുമ്പോഴേ അത് എവിടെ ടച്ച് ചെയ്യും? എവിടെ ടച്ച് ചെയ്യും? ചോദിക്കട്ടെ, അറിവിനെ പറഞ്ഞുതരാം. ഇത് യൂട്രൈൻ വാളുമായിട്ട് അറ്റാച്ച് ചെയ്തോണം. അറിവിനായിട്ട് പറഞ്ഞുതരാം. യൂട്രൈൻ വാളുമായിട്ട് അറ്റാച്ച് ചെയ്തോണം മെറ്റീരിയൽ സർഫസ്. യൂട്രൈൻ വാളുമായിട്ട് അറ്റാച്ച് ചെയ്തോണം. അറിവിനായി പറഞ്ഞ് പഠിക്കണ്ട. ഇത് യൂട്രസിന്റെ വാളുമായിട്ടാണോ? മെറ്റീരിയൽ സർഫസ് യൂട്രൈൻ വാളുമായിട്ടാണോ? അറിഞ്ഞാൽ മതി. മെറ്റീരിയൽ സർഫസ് എപ്പോഴും യൂട്രൈൻ വാളുമായിട്ടല്ലേ? മെറ്റീരിയൽ സർഫസ് എപ്പോഴും യൂട്രൈൻ വാളുമായിട്ടാണ് അറ്റാച്ച് ചെയ്ത്. റഫായിട്ടുള്ള സ്പോഞ്ചി സർഫസ് ആണ്. കളർ എന്താ? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റെഡ് ആയിട്ടുള്ള ഡാർക്ക് റെഡ് കളറാണ്. മറക്കരുത്. ക്ലിയർ? എത്ര കിട്ടിയല്ലോ? ക്ലിയർ? ഇനി വീണ്ടും ചോദ്യമുണ്ട്. ആ സർഫസ് അല്ലേ, ആ സർഫസിനകത്ത് ഗ്രേഷ് സ്പോട്ട് കാണുന്നുണ്ടോ? മെറ്റീരിയൽ സർഫസിനകത്ത് ഗ്രേഷ് സ്പോട്ട് കാണാറുണ്ടോ? അതും ചോദ്യമാണ്. മെറ്റീരിയൽ സർഫസിനകത്ത് ഗ്രേഷ് സ്പോട്ട് കാണാറുണ്ടോ? എങ്കിൽ എന്തുകൊണ്ടാ? അറിയില്ലല്ലോ. മെറ്റീരിയൽ സർഫസിന് എപ്പോഴും ഗ്രേഷ് ആയിട്ടുള്ള സ്പോട്ട് കാണാറുണ്ട്. കാര്യം കൂടെ ചോദിക്കും. മെറ്റീരിയൽ സർഫസ് എപ്പോഴും നല്ല ഡാർക്ക് റെഡ് കളർ അല്ലേ? സ്പോഞ്ചിയാണ്, റഫാണ്, ഡാർക്ക് റെഡ് കളറാണ്. പക്ഷേ അതേ റെഡ് കളറുള്ള സർഫസിനകത്ത് ഗ്രേ കളറുള്ള സ്പോട്ട് കാണാൻ കാരണമുണ്ട്. എന്ത് ഡെപ്പോസിഷനാ? കാൽഷ്യം ഡെപ്പോസിഷൻ കാരണം. അത് ചോദ്യം കേട്ടോ. കാൽഷ്യത്തിന് ഡെപ്പോസിഷൻ കാരണം മെറ്റീരിയൽ സർഫസ് എപ്പോഴും ഗ്രേഷ് സ്പോട്ട് അവിടെയും ഇവിടെയുമായിട്ട് എപ്പോൾ എന്ത് ചെയ്യും? സ്പോട്ട് കാണാം. അല്ലേ? കാരണം എന്താ? മെറ്റീരിയലിലുള്ള ബ്ലഡില്ലേ, മെറ്റീരിയൽ ബ്ലഡിലുള്ള കാൽഷ്യം പ്ലാസന്റെ വരില്ലേ? മെറ്റീരിയൽ ബ്ലഡിനകത്തുള്ള കാൽഷ്യം എവിടെ വരും? പ്ലാസന്റെ വരില്ലേ? മെറ്റീരിയൽ ബ്ലഡിലുള്ള കാൽഷ്യം പ്ലാസന്റയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തൂടെ? അതല്ലേ റീസൺ? മെറ്റീരിയൽ ബ്ലഡിനകത്തുള്ള കാൽഷ്യം വന്ന് ഈ പ്ലാസന്റയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തൂടെ? മെറ്റീരിയൽ ബ്ലഡിനകത്തുള്ള കാൽഷ്യം വന്ന് പ്ലാസന്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പതിയെ ഈ മെറ്റീരിയൽ സർഫസ് എപ്പോഴും ഒരു ഗ്രേഷ് സ്പോട്ട് ഉണ്ടാകാറില്ലേ? അല്ലേ? യെസ്. ക്ലിയർ? സോ മെറ്റീരിയൽ സർഫസ് എപ്പോഴും റഫ് ആണ്, സ്പോഞ്ചി സർഫസ് ആണ്, ഡാർക്ക് റെഡ് കളർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല കാൽഷ്യം ഡെപ്പോസിറ്റ് കാരണം എന്ത് കളറായിരിക്കും? ഗ്രേഷ് സ്പോട്ട് കാണും. കളറല്ല, സ്പോട്ട് കാണും. ക്ലിയർ? സർഫസ് ക്ലിയർ ആയി മറ്റാണ്. ക്ലിയർ? ടോട്ടൽ പ്ലാസന്റയുടെ ഏകദേശം എക്സാം കാണുന്നത് പ്ലാസന്റെ 1/5 ഇത് കാണുന്നത്. 1/5. രാഖി പറഞ്ഞപ്പോൾ തന്നെ 1% അല്ലേ മറ്റേ? ടോട്ടൽ പ്ലാസന്റെ വളരെ കുറച്ച് മാത്രമല്ലേ മെറ്റീരിയൽ സർഫസ് ഉള്ളത്? ടോട്ടൽ പ്ലാസന്റെ വളരെ കുറച്ച് മാത്രമല്ല, 1/5 മാത്രം. ടോട്ടൽ പ്ലാസന്റെ 1/5 മാത്രം. ടോട്ടൽ പ്ലാസിന് 1% മാത്രം മെറ്റേണൽ പാർട്ടുള്ളൂ. ഇപ്പൊ പ്ലാസന്റെ ഉള്ളൂ, സർഫസ് ഉള്ളൂ. മറക്കരുത്, ടോട്ടൽ പ്ലാസിന് 1% മാത്രമേ മെറ്റേണൽ സർഫസ് ഉള്ളൂ. എന്ത് കളറായിരിക്കും? എന്ത് കളറാണ്? ഡാർക്ക് റെഡ് കളർ. ഡാർക്ക് റെഡ് കളറാണ്. 1% ഉള്ളൂ. സ്പോഞ്ചിയാണ്, റഫാണ്, ഗ്രേഷ് സ്പോട്ട് കാണും. ടോട്ടൽ പ്ലാസന്റെ 1% മാത്രം മെറ്റീരിയൽ സർഫസ് കാണും. ക്ലിയർ? സർഫസ് കിട്ടിയോ? സർഫസ് ഓഫ് മെറ്റീരിയൽ കിട്ടിയോ? സർഫസ് ഓഫ് മെറ്റീരിയൽ കിട്ടിയോ? പ്ലാസന്റെ കിട്ടിയോ? ഇതൊക്കെ എവിടെ പഠിക്കുന്നത്? എവിടെ പഠിക്കുന്ന?
എവിടെ പഠിക്കുന്ന സൈക്കോട്ടോട്ടല്ലേ? എവിടെ പഠിക്കുന്നുണ്ട്? സൈക്കോട്ടല്ലേ? ഇന്ന് എവിടെ തുടങ്ങി വന്ന സൈക്കോട്ട്? സ്റ്റോപ്പായില്ല, നിർത്തില്ല. സൈക്കോട്ടല്ലേ? സൈക്കോട്ട് കഴിഞ്ഞ അവിടെ ഡെവലപ്മെന്റ് സൈക്കോട്ടായി. മോറല പഠിച്ചു. ദ ബ്ലാസ്റ്റോസൈറ്റ് പഠിച്ചു. എന്ന് പഠിച്ചു? ബ്ലാസ്റ്റുലേഷൻ പഠിച്ചു, ലെയർ പഠിച്ചു, എംബ്രിയോ ബ്ലാസ്റ്റ് പഠിച്ചു, ഇംപ്ലാന്റേഷൻ നിഡേഷൻ പഠിച്ചു. പ്ലാസന്റയുടെ ഡെവലപ്മെന്റ് പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഔട്ടർ മോസ്റ്റ് ലെയറും ഇന്നർ മോസ്റ്റ് ലെയറും പറഞ്ഞു. പ്ലാസന്റ പഠിക്കുകയാണ്. വെയിറ്റ് പറഞ്ഞു, എന്തൊക്കെ ലെയർ ഉണ്ടെന്ന് പറഞ്ഞു, ഷേപ്പ് പറഞ്ഞു, ഡയമീറ്റർ പറഞ്ഞു, തിക്നെസ് പറഞ്ഞു, വെയിറ്റ് പറഞ്ഞു, സർഫസിൽ മെറ്റീരിയൽ സർഫസ് വരെ പറഞ്ഞു. ക്ലിയർ? Clear? ഫുഡ് കഴിച്ചോ? ഞാൻ ഉച്ചയും കഴിച്ചില്ല, രാത്രി കഴിച്ചില്ല. ഉച്ചയ്ക്ക് കഴുകി എടുത്ത് വെച്ചു, കഴിച്ചില്ല. കാരണം ഉച്ചക്കില്ലേ, ഞാൻ എപ്പോഴും ഉച്ചയ്ക്ക് അധികം സ്പൈസി ആയിരിക്കും കേട്ടോ. ഉച്ചക്കില്ലേ, ദഹിച്ചോ? ഞാൻ ഉച്ചയ്ക്ക് അധികം സ്പൈസി കഴിക്കാൻ അറിയാം. നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇത് രായ്ക്ക് അറിയായിരിക്കും, ടീച്ചിങ് അല്ലേ, രായ്ക്ക് അറിയായിരിക്കും. ഉച്ചയ്ക്ക് അധികം സ്പൈസി കഴിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? ഉച്ചയ്ക്ക് അധികം സ്പൈസി ഫുഡ് കഴിച്ചാൽ പഠിപ്പിക്കാൻ പറ്റും? ഇല്ലല്ലോ. രായ് ടീച്ചിങ് അല്ലേ, അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലേ. രാഖി ഉച്ചയ്ക്ക് നല്ല സ്പൈസി ഫുഡ് കഴിച്ച് പഠിപ്പിക്കാൻ പറ്റൂല്ലോ? ഇല്ല. ഹെഡ് ബോണില്ലേ? ഉച്ചയ്ക്ക് കഴിച്ചില്ല, രാത്രി കഴിക്കാത്ത. ഇഷ്ടം സ്പൈസിയാണ്, പക്ഷെ കടിക്കാതെ. പിന്നെ വേറെ കൊണ്ട് ടീച്ചിങ് എത്ര ഉണ്ടോ? ആരെയും വേറെ ഉണ്ടോ ടീച്ചിങ്? കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? ഫസ്റ്റ് ബാച്ച് കുറെ ഫസ്റ്റ് ബാച്ച് മൊത്തം ട്യൂട്ടേഴ്സ് ഒക്കെ. ഫസ്റ്റും സെക്കൻഡും മൊത്തം ട്യൂട്ടർ. അവിടെ നിന്ന് മതിയായി പോയാൽ മതി. ഇത് പ്രൈവറ്റ് കോളേജിലൊക്കെ മതിയായി ഓടിയാൽ മതി, എങ്ങനെയെങ്കിലും ഓടിയാൽ മതി. ആരുണ്ടോ? ഇതിൽ മൊത്തം നമ്മുടെ സ്റ്റാഫ് റേറ്റ്സ് മാത്രമേ ഉള്ളൂ. 8ാമത്തെ ബാച്ച് മൊത്തം സ്റ്റാഫ് റേറ്റ്സ് മാത്രമേ ഉള്ളൂ. അറിയാം, ഞാൻ ജോയിൻ ചെയ്ത് തന്നെ പേര്, സ്ഥലം, എത്ര സമയം പഠിക്കാൻ കിട്ടും ചോദിച്ചിട്ടുണ്ടോ? അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് തന്നെ എത്ര സമയം പഠിക്കാൻ കിട്ടും, പേര്, സ്ഥലം, എത്ര കുട്ടികൾ ചോദിച്ചിട്ടുണ്ടല്ലേ? അറിയാം, അതില്ല. സോ ദ മെറ്റീരിയൽ ക്ലിയർ ആയാലോ? സോ നെക്സ്റ്റ് സർഫസ് ഇസ് ഫീറ്റൽ സർഫസ്. നെക്സ്റ്റ് പഠിക്കാനുള്ള കാര്യം ഫീറ്റൽ സർഫസ് ആണ്. മെറ്റൽ സർഫസ് കഴിഞ്ഞ് നെക്സ്റ്റ് പഠിക്കാനുള്ള കാര്യം ഫീറ്റൽ സർഫസ് ആണ്. മിക്കവാറും നാളെയൊക്കെ ഇന്ന് എന്റെ ഒക്കെ നോക്കട്ടെ, നമുക്കിത് OBG കുറച്ച് ബ്രേക്ക് കൊടുത്തിട്ട്, OBG ടുമോറോ ബ്രേക്ക് കൊടുത്തിട്ട് എൻഡോക്രൈൻ പോലുള്ള സിസ്റ്റം പഠിച്ചോളൂ, വേറെ സിസ്റ്റം പഠിച്ചോളൂ. നാളെ കുറച്ച്, അല്ലെങ്കിൽ ഇത് ലേബർ വരെയൊക്കെ പഠിച്ചിട്ട് ചെറിയ ബ്രേക്ക് കൊടുത്താലോ. കാരണം ഇനി അങ്ങോട്ട് വേറെ പഠിക്കാം. കാരണം ഇടയ്ക്ക് ബ്രേക്ക് പഠിക്കാം അല്ലേ? ചെറിയ ബ്രേക്ക് കൊടുത്തിട്ട് വേറെ സിസ്റ്റം പഠിച്ചാലോ. ചെറിയ സ്മാൾ ബ്രേക്ക് ഇന്റർവൽ കൊടുത്തിട്ട് വേറെ സിസ്റ്റം പഠിച്ചാലോ? ഓക്കെ അല്ലേ? അതായത് പഠിക്കാൻ ഇനി ഇമ്പോർട്ടൻ്റ് ലേബർ മാത്രമേ ഉള്ളൂ. പഠിക്കാൻ ലേബറും അബോർഷൻ കൂടെ പഠിക്കണം. പഠിക്കാനുള്ള കാര്യം ലേബറും അബോർഷൻ അല്ലേ? ക്ലിയറില്ലേ? ഇത് കഴിഞ്ഞ ശേഷം പഠിക്കാൻ എന്താ? ലേബർ അല്ലേ? എന്താ പ്ലാസന്റെ ഒക്കെ വന്ന ശേഷം അടുത്ത് പഠിക്കാൻ എന്താ? ലേബർ അല്ലേ? എന്ത് വേണം? സൈക്യാട്രി വേണോ, ലേബർ വേണോ? നെക്സ്റ്റ് വേണം സൈക്യാട്രി വേണോ, ലേബർ വേണോ? സൈക്യാട്രി മതിയോ? ചെറിയ ബ്രേക്ക് കൊടുക്കാം. OBG ചെറിയ ബ്രേക്ക് കൊടുക്കാം.
സൈക്കർ മതി എല്ലാവർക്കും. കാരണം ഓബിജന് അധികമില്ല കാരണം കുറേയായി ലേബറും അബോർഷനും മാത്രമേ പഠിക്കുള്ളൂ. മാത്രമേ പഠിക്കുള്ളൂ. ബാക്കിയെല്ലാം പഠിച്ചു. സ്ട്രക്ചേഴ്സ് പഠിച്ചു, എല്ലാം പഠിച്ചു. സൈക്യാട്രി പഠിക്കണം. സൈക്യാട്രിയും സൈക്കോളജിയും പഠിക്കണം. ഓക്കെ അല്ലേ? സോ OBG കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ് സൈക്യാട്രി. ഓക്കെ, OBG കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ് സൈക്യാട്രി ആയിരിക്കണം. നോക്കാം. ഓക്കെ, സോ സർഫസ്, ഫീറ്റൽ സർഫസിനെ പറഞ്ഞ മറ്റൊരു പേര് എന്താ? കോറിയോണിക് പ്ലേറ്റ് അല്ലേ? ഫീറ്റൽ സർഫസിനെ പറയുന്ന മറ്റൊരു പേരെന്താ? ഇറ്റ്സ് കാൾഡ് ആസ് കോറിയോണിക് പ്ലേറ്റ്. ഫീറ്റൽ സർഫസിനെ പറയുന്ന മറ്റൊരു പേരെന്താ? കോറിയോണിക് വിളിക്കാം. കോറിയോണിക് അറിയാമല്ലോ. അറിയാമോ? കോറിയോണിക് പ്ലേറ്റ് അറിയാമോ? ഇത് റഫാണ്. ഇത് റഫാണോ? ഇത് ആണോ? റഫാണോ? അല്ല. ആണോ? റഫാണോ? കോറിയോണിക് റഫാണോ? അല്ല, മറ്റൊരു റഫല്ല. തെറ്റിക്കരുത്. റഫല്ല. കോറിയോണിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഫീറ്റൽ സർഫസ് എപ്പോഴും റഫല്ല. ഷൈനിങ് അപ്പിയറൻസ് അല്ലേ? റഫല്ല, പക്ഷെ ഷൈനിങ് അപ്പിയറൻസ് തിളങ്ങുന്ന പോലെ ഷൈനിങ് അപ്പിയറൻസ്. കാരണം എന്താ? എന്തിന്റെ കവറിങ് ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ഷൈനിങ് കാണുന്നത്. എന്തോ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. എന്താ? ആംനിയോണിന്റെ കവറിങ് ഉള്ളതുകൊണ്ടല്ലേ. ആംനിയോണിന്റെ കവറിങ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഫീറ്റൽ സർഫസ് എപ്പോഴും ഷൈനിങ് വരുന്നത്. ആംനിയോൺ എന്ന കവറിങ് വരുന്നതുകൊണ്ട് എപ്പോഴും സർഫസ് എപ്പോഴും ഷൈനിങ് വരുന്നത്. മറക്കരുത്. ഫീറ്റൽ സർഫസ് എപ്പോഴും അല്ലെങ്കിൽ കോറിയോണിക് പ്ലേറ്റ് എപ്പോഴും നല്ല ഷൈനിങ് വരാൻ റീസൺ ചോദിച്ചെന്താ? കവറിങ് ഓഫ് ആംനിയോണിന്റെ കവറിങ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഫീറ്റൽ സർഫസ് എപ്പോഴും ഷൈനിങ് ആയിരിക്കുന്നത്. അറിയാമോ കാര്യം? കാരണം നിങ്ങൾ എപ്പോഴും തെറ്റാറുണ്ട്. ആംനിയോൺ ആണോ കോറിയോൺ ആണോ തെറ്റാറില്ലേ? ആംനിയോൺ ആണോ കോറിയോൺ ആണോ ഇത് തെറ്റാറില്ലേ? തൊട്ട് മുൻപേ ആംനിയോൺ പഠിച്ചു. അത് കോറിയോൺ പഠിച്ചു. കോറിയോൺ പഠിച്ചു. എവിടെയും പഠിച്ചോ? എവിടെ പഠിച്ചു? കോറിയോൺ പഠിച്ചു. ക്ലാസ് ഉണ്ട്. പഠിച്ചു. ഇവിടെ എത്തുമ്പോ എന്താണ്? ആംനിയോന്റെ കവറിങ് ഉള്ളത് കൊണ്ട് മാത്രം നല്ല ഷൈനി അപ്പ് പാടത മെറ്റീരിയൽ ആണോ ഫീറ്റൽ ആണോ? ആംനിയോന്റെ കവറിങ് ഉള്ളത് കൊണ്ട് മാത്രം നല്ല ഷൈനിങ് അപ്പിയറൻസ് കിട്ടുന്ന പാർട്ട് ഏതാ? മെറ്റീരിയൽ ആണോ ഫീറ്റൽ ആണോ? ഫീറ്റൽ പാർട്ട് അല്ലേ? ഫീറ്റൽ പാർട്ടാണ്. ഇനി വീണ്ടും ചോദ്യം വരും. ഈ പറഞ്ഞ ഫീറ്റൽ പാർട്ടിന്റെ നടുക്ക് എന്തുണ്ട്? അംബ്ലിക്കൽ കോഡുണ്ടോ? ഫീറ്റൽ പാർട്ടിന്റെ നടുക്കായിട്ട് അംബ്ലിക്കൽ കോഡുണ്ടോ? സെൻട്രൽ ഫീറ്റൽ പാർട്ടിന്റെ നടുക്കായിട്ട് അംബ്ലിക്കൽ കോഡുണ്ടോ? ഉണ്ടല്ലോ. അവിടെയും ചോദ്യമുണ്ട്. ഫീറ്റൽ പാർട്ടിന്റെ മെറ്റീരിയൽ പാർട്ടല്ല, ഫീറ്റൽ പാർട്ട് നടുക്കായിട്ട് എന്തുണ്ട്? അംബ്ലിക്കൽ കോഡുണ്ട്. വീണ്ടും ചോദ്യം വരും. അംബ്ലിക്കോഡിന് എത്ര വെസൽസ് ഉണ്ട്? എത്ര വെസൽസ്? എത്ര ബ്രാഞ്ച് ഉണ്ട്? എത്ര വെസൽസ്? ബ്രാഞ്ച് ഉണ്ട്? 2 ആർട്ടറിയും 1 വെയിനുമാണോ? അംബ്ലിക്കോഡിന് 2 ആർട്ടറിയും 1 വെയിനുമാണോ? അത് ചോദ്യമാണ്. യെസ്, 2 ആർട്ടറിയും 1 വെയിനും ഉണ്ടല്ലേ. വീണ്ടും ചോദ്യം വരാം. മെറ്റീരിയൽ സർഫസിൽ ഇത് ഗ്രേയിഷ് ആണ് കാണുന്നത്. മെറ്റീരിയൽ സർഫസ് കളർ എന്താ? ഇത് ഗ്രേയിഷ് ആണോ? മെറ്റീരിയൽ സർഫസ് ഗ്രേയിഷ് ആണോ? മെറ്റീരിയൽ സർഫസ് ഗ്രേയിഷ് ആണ്. ഫീറ്റൽ സർഫസ് ആണെങ്കിൽ എന്തായിരിക്കും? കോറിയോൺ പ്ലേറ്റ് കാണും. അതുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് അംബ്ലിക്കോഡ് കാണും. അംബ്ലിക്കോഡ് ബ്ലഡ് വെസൽസ് കാണും. യെസ്, എത്രയുണ്ട്? 2 ആർട്ടറി ആണോ? 1 വെയിനാണോ? 2 ആർട്ടറി 1 വെയിനാണോ? സർക്കുലേഷൻ പഠിക്കും. 2 ആർട്ടറിയും വെയിനുമാണോ? യെസ്.
ടോട്ടൽ പ്ലാസന്റയുടെ 5-ൽ 4%. ടോട്ടൽ പ്ലാസന്റ 5-ൽ 4%. ഇത് മറ്റേതാണോ ഇതാണോ? ഏതാ ഏതാ? ഫീറ്റൽ സർഫസ് ആണ്. ടോട്ടൽ പ്ലാസന്റയുടെ 5-ൽ 4% ഫീറ്റൽ സർഫസ് ആണ്. ക്ലിയർ ക്ലിയർ ക്ലിയർ. ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. ഒരു ചാപ്റ്റർ കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് മൊത്തം കിട്ടിയല്ലോ. നെക്സ്റ്റ് ഹെഡിങ് ഇടുക. നെക്സ്റ്റ് ഹെഡിങ് പ്ലാസ് സെൽ സർക്കുലേഷൻ. നെക്സ്റ്റ് ഹെഡിങ് ഇടുക പ്ലാസ് സെൽ സർക്കുലേഷൻ. സ്റ്റാർട്ട് ചെയ്യാമോ? പ്ലാസെന്റൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാമോ? ചെറിയ ഉറക്കമാണോ? ഇരുന്ന് കിടന്ന് പഠിക്കുകയാണോ? സ്റ്റാർട്ട് ചെയ്യാമോ? സർക്കുലേഷൻ പഠിക്കും. ഫീറ്റൽ സർക്കുലേഷൻ പഠിക്കും. ഞാൻ എഴുതരാം. സോ ഫസ്റ്റ് പ്ലാസ് സെൽ സർക്കുലേഷൻ. പ്ലാസ് സർക്കുലേഷൻ ഉണ്ടോ? പ്ലാസ് സർക്കുലേഷൻ ഉണ്ടോ? പ്ലാസ് സർക്കുലേഷൻ ഉണ്ടോ? അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പ്ലാസ് സെൽ സർക്കുലേഷൻ. ചോദ്യം വരും. എപ്പോഴും ഫീറ്റൽ സർക്കുലേഷൻ പഠിക്കുമ്പോൾ പ്ലാസ് സെൽ സർക്കുലേഷൻ പഠിക്കാൻ വരിക. ചോദ്യം വരും. സ്റ്റഡി ചെയ്യാം. സോ പ്ലാസെന്റിൽ നിന്നല്ല എപ്പോഴും ഓക്സിജനും ന്യൂട്രിയൻസ് കിട്ടുന്നത് എപ്പോഴും ആണോ? ഈ പറഞ്ഞ പ്ലാസെന്റിൽ നിന്നാണ് എപ്പോഴും ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണോ? ഓക്സിജൻ ന്യൂട്രിയൻസ് കിട്ടുന്ന എവിടെ? കുട്ടിക്ക് കുഞ്ഞിന് ഓക്സിജൻ ന്യൂട്രിയൻസ് കിട്ടുന്നത് പ്ലാസെന്റ് അല്ലേ? കുഞ്ഞിന് ഓക്സിജൻ ന്യൂട്രിയൻസും എപ്പോഴും പ്ലാസെന്റ് പോയി കിട്ടുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ്. കുഞ്ഞിന് എപ്പോഴും ഈ പറഞ്ഞ ഓക്സിജൻ ന്യൂട്രിയൻസ് കിട്ടുന്ന അവിടെ നിന്ന് പ്ലാസ് സർക്കുലേഷൻ വഴിയല്ലേ? എങ്കിൽ എത്ര ടൈപ്സ് ഉണ്ട് പ്ലാസ് സർക്കുലേഷൻ? എങ്കിൽ പ്ലാസ് സെൽ സർക്കുലേഷൻ കൊണ്ട് 2 ടൈപ്പ് ഉണ്ട്. കുഞ്ഞിന് ഓക്സിജൻ ന്യൂട്രിയൻസ് കൊടുക്കുന്ന പ്ലാസ് സെൻട്രൽ സർക്കുലേഷൻ 2 ടൈപ്പ് ഉണ്ട്. കുഞ്ഞിന് ഓക്സിജൻ ന്യൂട്രിയൻസ് കൊടുക്കുന്ന പ്ലാസ് സെൻട്രൽ സർക്കുലേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? മെറ്റേണൽ സർക്കുലേഷൻ. ഫസ്റ്റ് ഇസ് മെറ്റേണൽ സർക്കുലേഷൻ. കേട്ടുണ്ടോ? യൂറിത്രോപ്ലാസ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ യൂറിത്രോപ്ലാസെന്റൽ അല്ലെങ്കിൽ മെറ്റൽ. ഫസ്റ്റ് ടൈപ്പ് ആണ് യൂറിത്രോപ്ലാസ് അല്ലെങ്കിൽ മെറ്റൽ സർക്കുലേഷൻ. ആദ്യം അമ്മയുടെ ബ്ലഡ് കിട്ടുന്നത്. ആദ്യമായി കുഞ്ഞിന് എപ്പോഴും ന്യൂട്രിയൻസും ഓക്സിജൻ കിട്ടുന്ന കൊടുക്കുന്ന അമ്മയുടെ ബ്ലഡ് അല്ലേ? ആദ്യമായി കുഞ്ഞിന് എപ്പോഴും ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം കിട്ടുന്നത് മദറിന്റെ ബ്ലഡ് അല്ലേ? മദറിന്റെ ബ്ലഡ് അല്ലേ? ആണോടെ? ആദ്യം കുഞ്ഞിന് ഓക്സിജനും ഈ പറഞ്ഞ ബാക്കിയെല്ലാം കിട്ടുന്നത് മദറിന്റെ ബ്ലഡ് അല്ലേ? അവിടെ നിന്നല്ലേ? ആദ്യം ചോദിക്കാം. പറയട്ടെ, കമന്റ് ചെയ്യട്ടെ. അങ്ങോട്ട് ഉറങ്ങാണോ? പറഞ്ഞു ആണോ? അല്ല ഇല്ലാടന്നാ. ആണോ? നോക്കാം. ആദ്യം അമ്മയുടെ ബ്ലഡ് കുഞ്ഞിന്റെ പ്ലാസന്റിൽ എത്തുന്നുണ്ടോ? ആദ്യം അമ്മയുടെ ബ്ലഡ് കുഞ്ഞിന്റെ പ്ലാസന്റയിൽ എത്തുന്നുണ്ടോ? അത് പറഞ്ഞു. ആദ്യം അമ്മയുടെ ബ്ലഡ് കുഞ്ഞിന്റെ പ്ലാസന്റയിൽ എത്തുന്നുണ്ടോ? ഉണ്ടോ? ആദ്യം അമ്മയുടെ ബ്ലഡ് കുഞ്ഞിന്റെ പ്ലാസന്റയിൽ എത്തുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അമ്മയുടെ ബ്ലഡ് കുഞ്ഞിന്റെ പ്ലാസന്റയിൽ എത്തുന്നുണ്ടോ? ഉണ്ട്. അത് മെറ്റൽ സർക്കുലേഷൻ ആണോ? അത് മെറ്റൽ സർക്കുലേഷൻ ആണോ? അമ്മയുടെ ബ്ലഡ് കുഞ്ഞിന്റെ പ്ലാസന്റയിൽ എത്തുന്നുണ്ടോ? ആരാടെ ഇത് ലക്കി സ്റ്റോൺസ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ലക്കി സ്റ്റോൺസ് പറഞ്ഞാരാ? രാത്രി ആരാ പറഞ്ഞ ലക്കി സ്റ്റോൺസ്? ആരാ പറഞ്ഞു? ആ
പഠിക്കട്ടെ. ലക്കി പാസ്സാകുമ്പോ എന്താണ്, എനിക്കൊരു മുട്ടായും കൊണ്ടുവരണം കേട്ടോ ലക്കിയൊക്കെ കേട്ടോ. പാസ്സായിട്ട് അബ്രോഡ് നിന്നൊക്കെ എന്താണ് എനിക്കൊരു ഐഫോണ് ലാപ്ടോപ്പ് കൊണ്ടുവരണം കേട്ടോ. പാസ്സാവൂടെ? കൊണ്ടുവരും ആരെങ്കിലും ഒക്കെ? അത് വാങ്ങിച്ചു തരുമോ? എനിക്കൊരു ഐഫോൺ കൊണ്ടുവരുമോ ആരെങ്കിലും പാസ്സാകുമ്പോ? പാസ്സായിട്ട് പറയേയില്ല പിന്നെ അല്ലേ. പാസ്സായിട്ട് കൊണ്ടുവരാം. പഴയ ഫോണാണ് പഴയ ഫോണാണ് കണ്ടത്. പഴയ ഫോണാണ്. കൊണ്ടുവരുമോ ആരെങ്കിലും പാസ്സായിട്ട്? മിണ്ടില്ല. ആ കൊണ്ടുവരും. പാസ്സായിട്ടോ, ആദ്യം പഠിച്ച് പാസ്സായി അപ്പോയിന്റ്മെന്റ് കേട്ടോ. സോ ആദ്യം അമ്മയുടെ ബ്ലഡ് ഇങ്ങോട്ട് പോകും. ആദ്യം അമ്മയുടെ ബ്ലഡാണോ കുഞ്ഞിന്റെ ബ്ലഡ് അങ്ങോട്ട് പോകും? മെറ്റൽ സർക്കുലേഷൻ ആണോ? കുഞ്ഞിന്റെ ബ്ലഡ് എങ്ങോട്ട് പോകും? മെറ്റൽ സർക്കുലേഷൻ ആണോ അതോ കുഞ്ഞാണോ? തെറ്റിക്കാതെ പറഞ്ഞേ, മദറിന്റെ ബ്ലഡ് എങ്ങോട്ട് എൻ്റർ ചെയ്യും? തെറ്റിക്കാതെ പറഞ്ഞേ, മദറിന്റെ ബ്ലഡ് എങ്ങോട്ട് എൻ്റർ ചെയ്യും? പ്ലാസന്റ അല്ലേ? അതല്ലേ ശരി. മദറിന്റെ ബ്ലഡ് എങ്ങോട്ട് എൻ്റർ ചെയ്യും? പ്ലാസന്റ അല്ലേ? ശരിയല്ലേ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കുക. മദറിന്റെ ബ്ലഡ് എപ്പോഴും ഫസ്റ്റ് ഒരു ഫ്ലോസ് ആയിട്ട് പഠിക്കുക. മദറിന്റെ ബ്ലഡ് എപ്പോഴും പ്ലാസന്റ എൻ്റർ ചെയ്യും. അവിടെ എങ്ങോട്ടാ? എവിടെയെങ്കിലും ദ വില്ലി സിസ്റ്റം, ദ ഇന്റർ വില്ലേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ, വില്ലേജ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ വില്ലേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇടണ്ടോ? എവിടെയെങ്കിലും വില്ലേജ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ വില്ലേജ് സിസ്റ്റം ഉണ്ടോ? പ്ലാസന്റ് വരുന്ന ഏതൊക്കെ? പ്ലാസന്റയ്ക്കകത്തല്ലേ? പ്ലാസന്റയുടെ വില്ലേജ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ വില്ലേജ് സിസ്റ്റം മെറ്റൽ ബ്ലഡ് എൻ്റർ ചെയ്യുമോ? പ്ലാസന്റയുടെ വില്ലേജ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ വില്ലേജ് സിസ്റ്റത്തിനകത്ത് ഈ പറഞ്ഞ മെറ്റൽ ബ്ലഡ് എൻ്റർ ചെയ്യും. ക്ലിയർ? ഫസ്റ്റ് കിട്ടിയോ കാര്യം? കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? അപ്പോ പ്ലാസന്റയ്ക്കകത്തുള്ള വില്ലേജ് പ്ലാസന്റയ്ക്കകത്തുള്ള വില്ലേജ് സിസ്റ്റത്തിനകത്തോട്ട് മെറ്റൽ ബ്ലഡ് എൻ്റർ ചെയ്യല്ലേ? പ്ലാസന്റയ്ക്കകത്തുള്ള വില്ലേജ് സിസ്റ്റത്തിനകത്ത് മെറ്റൽ ബ്ലഡ് എൻ്റർ ചെയ്യല്ലേ? ചോദ്യം വരും. എൻ്റർ ചെയ്യില്ലേ? പ്ലാസന്റയ്ക്കകത്തുള്ള വില്ലേജ് സിസ്റ്റത്തിനകത്തോട്ട് മെറ്റൽ ബ്ലഡ് എൻ്റർ ചെയ്യില്ലേ? പ്ലാസന്റയ്ക്കകത്തുള്ള വില്ലേജ് സിസ്റ്റത്തിനകത്തോട്ട് മെറ്റൽ ബ്ലഡ് എൻ്റർ ചെയ്യും. ചോദ്യം വരും. ക്ലിയർ? വീണ്ടും ചോദ്യമാണ്, ഇത് മെച്ചുവർ ആയിട്ടുള്ള പ്ലാസന്റയ്ക്കകത്ത് അവിടെ എത്ര ml ബ്ലഡ് കാണും? മെച്ചുവർ പ്ലാസന്റയ്ക്കകത്ത് എത്ര ml ബ്ലഡ് കാണും? 500 ml അല്ലേ? മെച്ചുവർ പ്ലാസന്റയ്ക്കകത്ത് ഏകദേശം 500 ml ബ്ലഡ് കാണും. ഇത് എന്ത് ബ്ലഡാ? മെറ്റൽ ബ്ലഡ് ആണോ? മെച്ചുവറായ പ്ലാസന്റയ്ക്കകത്ത് എന്ത് ബ്ലഡ് കാണും? 500 ml ബ്ലഡ് കാണുമെന്ന് പറയുമ്പോൾ മെറ്റൽ ബ്ലഡ് ആണോ? മെച്ചുവറായ പ്ലാസന്റയ്ക്കകത്ത് 500 ml ബ്ലഡ് കാണും എന്ന് പറയുമ്പോൾ മെറ്റൽ ബ്ലഡ് ആണോ? യെസ് ആണ്. മെച്ചുവറായ പ്ലാസന്റയ്ക്കകത്ത് കടപ്പെടുന്ന ബ്ലഡ് ഏതാ? മെറ്റൽ ബ്ലഡ് അല്ലേ? മെച്ചുവറായ പ്ലാസന്റയ്ക്കകത്ത് 500 ml ബ്ലഡ് കാണുമെന്ന് പറയുമ്പോൾ അത് മെറ്റൽ ബ്ലഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് വീണ്ടും റീപ്ലേസ് ചെയ്യാറുണ്ടോ? 500 ml ബ്ലഡ് വീണ്ടും റീപ്ലേസ് ചെയ്യാറുണ്ടോ? എല്ലാ 3 മുതൽ 4 മിനിറ്റ്, എല്ലാ 3 മുതൽ 4 മിനിറ്റ് ആകുമ്പോഴേ, ഒരു 3 മുതൽ 4 മിനിറ്റ് ആകുമ്പോൾ ഈ ബ്ലഡ് വീണ്ടും റീപ്ലേസ് ചെയ്ത് വീണ്ടും പ്ലാസന്റ വഴി എൻ്റർ ആവും. മെറ്റൽ ബ്ലഡ് എല്ലാ 3 മുതൽ 4 നിമിഷം ആകുമ്പോൾ വീണ്ടും റീപ്ലേസ് ചെയ്ത് വീണ്ടും പ്ലാസന്റയ്ക്കകത്തോട്ട് എൻ്റർ ചെയ്യും. മറക്കാതെ. ഏകദേശം 500 ml ബ്ലഡ് ആണ് എപ്പോഴും മെറ്റൽ പ്ലാസന്റയ്ക്കകത്ത് ഉണ്ടാകുക. ഈ മെറ്റൽ പ്ലാസന്റ ബ്ലഡ് എപ്പോഴും ഓരോ 3 മുതൽ 4 മിനിറ്റ് ആകുമ്പോൾ റീപ്ലേസ് ചെയ്ത് വീണ്ടും പുതിയ ബ്ലഡ് കൊണ്ടെത്തിക്കും. ക്ലിയർ ആയോ? ഇനി വീണ്ടും ചോദ്യം പറയാം. അമ്മയുടെ ബ്ലഡ് ഇല്ലേ? മെറ്റൽ ബ്ലഡ് അല്ലേ? മദറിന്റെ ബ്ലഡ് എന്ന് പറയുമ്പോൾ മെറ്റൽ ബ്ലഡ് അല്ലേ? മദറിന്റെ ബ്ലഡ് എന്ന് പറയുമ്പോൾ മെറ്റൽ ബ്ലഡ് അല്ലേ? അവിടെ എത്ര പ്രശ്നം, എത്ര ചോദ്യമാണ് ഇത് എൻട്രൻസ് എക്സാം ചോദ്യം.
എൻട്രൻസ് അല്ലേ, നഴ്സിംഗിന്റെ എൻട്രൻസ് എക്സാമിന് ചോദ്യമാണ് മദറിന്റെ മെറ്റൽ ബ്ലഡിന്റെ എന്താണ് പ്രഷർ എത്രയാണ്. ഈ സമയത്ത് ഉണ്ടാവുന്ന മെറ്റൽ ബ്ലഡിന്റെ പ്രഷർ എക്സാമിന് ചോദിക്കും. വളരെ നല്ല ടഫ് വരുന്ന എക്സാം അല്ലേ, എക്സാം നല്ല ടഫ് ആണെങ്കിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ചോദ്യമാണ് അമ്മയുടെ ബോഡിയിലെ പ്രഷർ എത്രയായിരിക്കും. ഡ്യൂറിങ് യൂട്രൈൻ കോൺട്രാക്ഷൻ ദ ബ്ലഡ് പ്രഷർ പ്ലാസ എത്രയാണ്. ഡ്യൂറിങ് യൂട്രൈൻ കോൺട്രാക്ഷൻ ദ ബ്ലഡ് പ്രഷർ അറ്റ് ദ പ്ലാസന്റ, പ്ലാസന്റയ്ക്ക് അകത്തുള്ള പ്രഷർ എത്രയാണ്. യൂട്രൈൻ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ പ്ലാസന്റയ്ക്ക് അകത്തുള്ള പ്രഷർ കൂടെ ചോദിക്കും. ഇത്രയും വർഷമായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ല, കഴിഞ്ഞ എക്സാം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുന്ന എൻട്രൻസ് എക്സാമിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചോദിക്കാം. ഇത്രയും വർഷമായിട്ട് ഈ ചോദ്യം ഇല്ല കേട്ടോ, ഇത്രയും വർഷം ഇല്ലെങ്കിൽ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ എൻട്രൻസ് എക്സാമിന് നഴ്സിംഗിന്റെ എൻട്രൻസ് എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ ഒരു ചോദ്യം കൂടെ ചോദിക്കും, പഠിക്കണം. ചോദ്യമാണ് യൂട്രൈൻ കോൺട്രാക്ഷൻ സമയത്ത് ബ്ലഡ് പ്രഷർ പ്ലാസ് എത്രയാണ്. 30 to 50, 30 to 50 mmOH, 30 തൊട്ട് 50 mmOH. യൂട്രൈൻ കോൺട്രാക്ഷൻ സമയത്ത് ബ്ലഡ് പ്രഷർ അറ്റ് ദ പ്ലാസന്റ, യൂട്രൈൻ കോൺട്രാക്ഷൻ സമയത്ത് ദ ബ്ലഡ് പ്രഷർ അറ്റ് ദ പ്ലാസന്റ, പ്ലാസന്റയുടെ ബ്ലഡ് പ്രഷർ എത്രയാ. 50 മുതൽ 30, 30 to 50 അല്ലേ, 30 to 50 mmOH. മറക്കരുതേ, യൂട്രൈൻ കോൺട്രാക്ഷൻ സമയത്ത് പ്ലാസന്റയുടെ പ്രഷർ എത്രയാ. 30 to 50 mmOH. മറക്കുക കാര്യം, മറക്കരുത് അല്ലേ. ഇനി യൂട്രസ് റിലാക്സ് ചെയ്യുമ്പോഴോ, യൂട്രസ് റിലാക്സ് ചെയ്യുമ്പോഴോ എത്രയായിരിക്കും. ഒരു 10 തൊട്ട് 15 ആയിരിക്കും. യൂട്രസ് റിലാക്സ് ചെയ്യുമ്പോൾ, കോൺട്രാക്ഷൻ ഇല്ല, റിലാക്സ് ചെയ്യുമ്പോൾ 10 തൊട്ട് 15 mmOH ആയിരിക്കും. മറക്കരുത്, യൂട്രൈൻ കോൺട്രാക്ഷൻ സമയത്ത് പ്ലാസന്റയുടെ പ്രഷർ ചോദിച്ചാൽ 30 തൊട്ട് 50 ആണ്. അതേ യൂട്രസ് റിലാക്സ് ചെയ്യുമ്പോൾ 10 തൊട്ട് 15 mmOH ആയിരിക്കും പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ, ക്ലിയർ. ചോദിക്കട്ടെ, കോൺട്രാക്ഷൻ എത്രയാ, കോൺട്രാക്ഷൻ എത്രയായിരിക്കും. യൂട്രസ് വന്നാണ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തിരിക്കും 30 50 അല്ലേ. യൂട്രസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ 30 തൊട്ട് 50 ആയിരിക്കും. റിലാക്സ് ചെയ്യുമ്പോഴോ, യൂട്രസ് റിലാക്സ് ചെയ്യുമ്പോഴോ 10 തൊട്ട് 15. റിലാക്സ് ചെയ്യുമ്പോൾ എത്ര, 10 തൊട്ട് 15. ഇത്രയും ഉള്ളു കാര്യം. സർക്കുലേഷൻ കിട്ടിയോ, മെറ്റീരിയൽ കിട്ടിയോ, മെറ്റീരിയൽ സർക്കുലേഷൻ ക്ലിയർ, മെറ്റീരിയൽ സർക്കുലേഷൻ ക്ലിയർ, മെറ്റീരിയൽ സർക്കുലേഷൻ ക്ലിയർ, ക്ലിയർ 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 ക്ലിയർ. സ്മോൾ ബ്രേക്ക് ആണോ, സ്മോൾ ബ്രേക്ക് ആണോ, സ്മോൾ ബ്രേക്ക് ആണോ. ഇന്നത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. ഏതൊക്കെ പറഞ്ഞുതരാം. ഇന്നത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണോ, 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 വേണോണ്ടേ, ചെയ്യണോ വേണ്ടേ. ഇന്നത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടേ. വേണോ സർക്കുലേഷൻ ഓഫ് ഫീറ്റൽ. ഇല്ല ഇല്ല, ആർട്സ് കമന്റ്. ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്. ആർക്ക് വേണം, ആർക്ക് വേണം. ടുമോറോ മതിയോ, ടുമോറോ മതി, ടുമോറോ മതിയോ. അധികം ഒന്നും കൂടെ, കുറച്ച് കൂടെ. ഇത് ആ സർക്കുലേഷൻ പറയുന്നത്, ആ സർക്കുലേഷൻ അല്ല, ആ സർക്കുലേഷൻ അല്ല, ആ സർക്കുലേഷൻ അല്ല ഇത്, ഇത് ആ സർക്കുലേഷൻ അല്ല. ടുമോറോ മതിയോ, ഓക്കെ ടുമോറോ, ടുമോറോ മതിയെങ്കിൽ ടുമോറോ. ഓക്കെ അല്ലേ, മതിയോ, മതിയോ, ഓക്കെ മതി. ഇത് ആ സർക്കുലേഷൻ അല്ലേ, ഇത് ഫീറ്റോ പ്ലാസ് സർക്കുലേഷൻ, ഫീറ്റോ പ്ലാസിലാണ്. അധികം പഠിക്കുകയല്ലായിരുന്നു, സ്റ്റാർട്ട് ചെയ്യട്ടെ. അധികം പഠിക്കരുത്, ആ സർക്കുലേഷൻ അല്ല, അധികം പഠിക്കാനില്ല, അധികം പഠിക്കുകയല്ല, ഇനി കംപ്ലീറ്റ് ചെയ്യണം, ഇനി പഠിപ്പിക്കണം. വേണ്ടാന്ന് പഠിപ്പിക്കണം. വേറെ എവിടെയെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ നടത്തില്ലേ, വേറെ എവിടെയെങ്കിലും ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ നടത്തില്ലേ, ഞാൻ നടത്തില്ല. നമ്മൾ ഈ പറഞ്ഞ ഫീൽഡ് സർക്കുലേഷൻ അത് സെപ്പറേറ്റ് ആട്ടോ.
സർക്കുലേഷൻ ഫീറ്റസിൽ സെപ്പറേറ്റ് പഠിക്കും. ഇവിടെ പഠിക്കേണ്ട കാര്യം ഫീറ്റോ പ്ലാസൽ സർക്കുലേഷൻ ആണ്. ഫീറ്റസും പ്ലാസന്റെയും തമ്മിലുള്ള സർക്കുലേഷൻ അവിടെ പോകും കേട്ടോ. ഇവിടെ നോക്കുന്ന കാര്യം ഫീറ്റസും പ്ലാസൽ തമ്മിലുള്ള സർക്കുലേഷൻ മാത്രമാണ്. ഇവിടെ പഠിക്കുന്ന കാര്യം ഫീറ്റസും പ്ലാസന്റെയും തമ്മിലുള്ള സർക്കുലേഷൻ മാത്രമാണ് ഇവിടെ. മറ്റത് സെപ്പറേറ്റ് പഠിക്കും കേട്ടോ. നോക്കാം എത്ര അംബ്ലിക്കൽ ആർട്ടറി ഉണ്ട്? എത്ര അംബ്ലിക്കൽ ആർട്ടറി ഉണ്ട്? രണ്ടുണ്ടോ? 2 അംബ്ലിക്കൽ ആർട്ടറി ഉണ്ട്. എത്ര അംബ്ലിക്കൽ വെയിനുണ്ട്? എത്ര അംബ്ലിക്കൽ വെയിനുണ്ട്? ഒരാണ് അല്ലേ? കണ്ടോ? നിങ്ങൾ വേണ്ടെന്ന് പഠിക്കുന്നില്ലേ? നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പഠിക്കുന്നില്ലേ? പഠിക്കുക കേട്ടോ. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് പോലും കഴിക്കാൻ പഠിക്കുന്നില്ലേ? പഠിക്കുക. ചോദ്യം കേട്ടോ. അംബ്ലിക്കൽ ആർട്ടറി 2 ഇല്ലേ? അംബ്ലിക്കൽ ആർട്ടറി 2 എണ്ണം, വെയിൻ 1 എണ്ണം എങ്കിൽ അംബ്ലിക്കൽ ആർട്ടറി 2 ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ബ്ലഡ് കയറി? അത് ചോദ്യമാണ്. അംബ്ലിക്കൽ ആർട്ടറി എത്ര ബ്ലഡ് കയറി? എത്ര ml? 400 ml. 400 ml എന്ന് പറയുമ്പോൾ ഓക്സിജനേറ്റഡ് ആണോ ഡിയോക്സിജനേറ്റഡ് ആണോ? 400 ml ഡിയോക്സിജൻ ബ്ലഡ് അല്ലേ? അംബ്ലിക്കൽ ആർട്ടറി 400 ml ഡിയോക്സിജൻ ബ്ലഡ് കയറി എങ്ങോട്ടാ? ടു ദ പ്ലാസന്റിലോട്ടാണോ? അംബ്ലിക്കൽ ആർട്ടറി 400 ml ബ്ലഡ് ക്യാരി ചെയ്യും എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? പ്ലാസന്റിലോട്ടാണോ? അംബ്ലിക്കൽ ആർട്ടറി 400 ആലോചിച്ചൊക്കെ അറിയാം. ദ ഡിയോക്സിജൻ ബ്ലഡ് എപ്പോഴും കൊണ്ടുപോകുന്ന എങ്ങോട്ടാ? പ്ലാസന്റിലോട്ടല്ലേ? 400 ml ബ്ലഡ് എങ്ങോട്ട് ചെയ്യും? ദ ഡിയോക്സിജൻ ബ്ലഡ് ഒരു നിമിഷത്തിൽ അംബ്ലിക്കൽ ആർട്ടറിയിൽ കൊണ്ടുപോകും. സോ ചോദ്യം വരും, അംബ്ലിക്കൽ ആർട്ടറിയിലുള്ള ബ്ലഡ് ഓക്സിജനേറ്റഡ് ആണോ ഡിയോക്സിജനേറ്റഡ് ആണോ? ഇൻ ദ ഫീറ്റൽ സർക്കുലേഷൻ അംബ്ലിക്കൽ ആർട്ടറി ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഓക്സിജനേറ്റഡ് ആണോ ചോദ്യം വരും. ഇതാണ് ചോദ്യം. അംബ്ലിക്കൽ ആർട്ടറി ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണോ? ഫീറ്റൽ സർക്കുലേഷൻ അംബ്ലിക്കൽ ആർട്ടറി ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഓക്സിജനേറ്റഡ് ആണോ ഡിയോക്സിജനേറ്റഡ് ആണോ? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ? മറക്കുക കാര്യം. അംബ്ലിക്കൽ ആർട്ടറി ക്യാരി ചെയ്ത ബ്ലഡ് ചോദിച്ചാൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഇൻ ദ ഫീറ്റൽ സർക്കുലേഷൻ. ശേഷം 400 ml ബ്ലഡ് ആണ് ക്യാരി ചെയ്ത് പ്ലാസന്റിലേക്ക് എത്തുന്നത്. അതുവരെ ക്ലിയർ. 400 ml ബ്ലഡ് പ്ലാസന്റ് വരെ എത്തും. കിട്ടി. ഇനി അംബ്ലിക്കൽ വെയിൻ എന്താ ക്യാരി ചെയ്തത് ചോദിക്കട്ടെ. അത് ചോദ്യമാണ്. അംബ്ലിക്കൽ വെയിൻ എന്താ ക്യാരി ചെയ്തത്? അംബ്ലിക്കൽ വെയിൻ എന്താ ക്യാരി? ഓക്സിജൻ ബ്ലഡ് അല്ലേ? എവിടെന്നാ? ഫ്രം ദ പ്ലാസന്റ ടു ദ ഫീറ്റസ് ആണോ? പ്ലാസന്റ വഴി ഫീറ്റസിലോട്ടാണോ? അംബ്ലിക്കൽ വെയിൻ ക്യാരി ചെയ്യുന്നത് ഓക്സിജൻ ബ്ലഡ് ഫ്രം ദ പ്ലാസന്റ ടു ഫീറ്റസ് ആണോ? പ്ലാസന്റ വഴി ഫീറ്റസിലോട്ടാ പോകുന്നത്. അംബ്ലിക്കൽ വെയിൻ ഓക്സിജൻ ബ്ലഡ് പ്ലാസന്റ വഴി ഫീറ്റസിലോട്ടാണ് കൊണ്ടുവന്നത്. അംബ്ലിക്കൽ വെയിൻ ഓക്സിജൻ ബ്ലഡ് പ്ലാസന്റ വഴി ഫീറ്റസിലോട്ടാണോ? ആണ്. എങ്കിൽ എത്രയായി? എത്രയായി? 400 ആണോ? 400 ml ആണോ? 400 ആണോ? ഇവിടെ വീണ്ടും ചോദ്യമുണ്ട്. അംബ്ലിക്കൽ ആർട്ടറിയുടെ പ്രഷർ എത്രയാണ്? ഇവിടെ വീണ്ടും ചോദ്യമുണ്ട്. അംബ്ലിക്കൽ ആർട്ടറിയുടെ പ്രഷർ ചോദിക്കാം. എക്സാമിൽ ചോദിക്കാം. അംബ്ലിക്കൽ ആർട്ടറിയുടെ പ്രഷർ ചോദിക്കാം. 60 mmOH അല്ലേ? അംബ്ലിക്കൽ ആർട്ടറിയുടെ പ്രഷർ ചോദിച്ചാൽ mmOH. കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് ആണ്. അംബ്ലിക്കൽ ആർട്ടറിയുള്ള പ്രഷർ 60 ആണ്. വീണ്ടും എക്സാമിൽ ചോദ്യമുണ്ട്. ഒരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ ഫീറ്റൽ സർക്കുലേഷനിൽ അംബ്ലിക്കൽ ആർട്ടറി എപ്പോൾ രൂപം കൊള്ളും? അംബ്ലിക്കൽ വെയിൻ എപ്പോൾ ഡെവലപ്പ്? 2 ചോദ്യമുണ്ട്. ഫീറ്റൽ സർക്കുലേഷനകത്ത് അംബ്ലിക്കൽ ആർട്ടറിയും അംബ്ലിക്കൽ വെയിനും എപ്പോൾ ഡെവലപ്പ് ആവും? അതാണ് അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. കേരള P6 ചോദ്യമാണ്. ഫീറ്റൽ സർക്കുലേഷനിൽ അംബ്ലിക്കൽ ആർട്ടറിയും അംബ്ലിക്കൽ വെയിനും എപ്പോൾ ഡെവലപ്പ് ആവും? എപ്പോഴും ഈ പറഞ്ഞ ഫീറ്റോപ്ലാസൽ സർക്കുലേഷൻ 21 മുതൽ 22 ദിവസം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 21 മുതൽ 22 ദിവസം എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഫീറ്റോപ്ലാസൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യില്ലേ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 21 തൊട്ട് 22 ദിവസം ആകുമ്പോൾ ഈ പറഞ്ഞ
ഫീറ്റോപ്ലാസൽ സർക്കുലേഷൻ സ്റ്റാർട്ട്. മറക്കരുത്, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 21 മുതൽ 22 ദിവസം ആകുമ്പോൾ ഫീറ്റോപ്ലാസൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ക്ലാസ്സിൽ എപ്പോഴാണ് കംപ്ലീറ്റ് ഡെവലപ്പ് ആവുന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ക്ലാസ്സിൽ എപ്പോഴാണ് കംപ്ലീറ്റ് ഡെവലപ്പ് 12 വീക്ക് അല്ലേ? ക്ലാസ്സിൽ എപ്പോഴും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്ന എപ്പോഴാണ്? 12 വീക്കിൽ. പ്ലാസന്റ് ഡെവലപ്പ് ആവുന്ന 12 വീക്കിലും ഫീറ്റോപ്ലാസൽ സർക്കുലേഷൻ എപ്പോൾ തുടങ്ങും? ഫീറ്റോപ്ലാസൽ സർക്കുലേഷൻ ആണെങ്കിൽ 21 22 ദിവസം അല്ലേ? അപ്പൊ മുമ്പല്ലേ? മുമ്പല്ലേ? അത് മുൻപാണോ? യെസ്. മറക്കരുത്, ഫീറ്റോപ്ലാസൽ സർക്കുലേഷൻ എപ്പോഴാണ്? 21 to 22 ഡേയ്സ് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ആ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 21 22 ദിവസം ഫീറ്റോപ്ലാസൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് പോകുന്നത് 12ാമത്തെ വീക്കാണ്. ക്ലിയർ? 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 Clear? So now we can move to the functions of placenta. Now we can move into the functions of placenta. വിശപ്പ് ചെറിയ അലാറം അടിച്ചോളെ. വിശപ്പില്ലേ, ചെറുതായിട്ട് അലാറം അടിച്ചോളെ. വിശക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. നോക്കാം, ഫങ്ഷൻസ് ഓഫ് പ്ലസ് നോക്കാമോ? ഫങ്ഷൻസ് നോക്കാമോ? അതോ ബാക്കി ടുമോറോ നോക്കാമോ? ടുമോറോ മിക്കവാറും ഇതൊരു OBG ഫസ്റ്റ് കംപ്ലീറ്റ്. നാളെ OBG കഴിഞ്ഞിട്ട് വേറെ ഒരു സിസ്റ്റം തുടങ്ങാം മിക്കവാറും. ഓക്കെ അല്ലേ? സോ ഫങ്ഷൻസ് ഓഫ് ക്ലാസ്സിലോട്ട് നമുക്ക് ടുമോറോ നോക്കാം. ഫങ്ഷൻസ് കുറച്ച് പോയിന്റ് മാത്രമേ ഉള്ളൂ, കുറച്ച് പോയിന്റ്സ് അധികം ഇമ്പോർട്ടൻസ് അല്ല എങ്കിലും പഠിക്കുമ്പോൾ ഫുള്ള് പഠിക്കണ്ടേ? പഠിക്കുമ്പോൾ അവിടെ ഇവിടെ വിട്ട് പഠിക്കാൻ പാടില്ല. ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം. നാളെ പഠിക്കാം. സമയം 7 വെക്കട്ടെ. 7 ഓക്കെയാണോ? ജെസ്സി എന്ത് പറ്റി? നോക്കാമോ? ടുമോറോ നോക്കാമോ? Yes. Stop. Okay, bye. Tomorrow 7.